ഹല്ലേലൂയ, ആമേൻ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആദ്യത്തെ കുഞ്ഞാണെങ്കിലും രണ്ടാമത്തെ കുഞ്ഞാണെങ്കിലും ഒക്കെ ഈ അമ്മയുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണീര് പണ്ട് 15 പ്രസവിച്ചത് പറയുന്നു. എന്നാൽ 2-3 ആണേലും ഈ കുഞ്ഞ് പുറത്തു വരുമ്പോ അതുവരെയുള്ള വേദനയെല്ലാം വളരെ ആനന്ദ കണ്ണീര് വരും. അപ്പോ ബന്ധുക്കളും ചാർച്ചക്കാരും ഞാൻ എന്റെ കുഞ്ഞിനെ ജനിച്ച സമയത്ത് ഞാൻ അതിന് കൊടുത്തുണ്ടായിരുന്നു. ആദ്യത്തെ കുഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കുഞ്ഞ് ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചിട്ടൊക്കെ അന്നേ രക്ഷിക്കപ്പെട്ടിട്ടില്ല, രണ്ടാമത്തെ രക്ഷിക്കപ്പെട്ടു. എങ്കിലും ആ കുഞ്ഞിനെ ഇങ്ങനെ കണ്ടപ്പോ ഇത് എന്റെ രക്തത്തിന്റെ രക്തം, എന്റെ മാംസത്തിന്റെ മാംസം. അതുപോലെ കണ്ടപ്പോ ഉള്ളിൽ നിന്നൊരു വിങ്ങൽ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഒരു സൃഷ്ടി പുറപ്പെട്ടു വരുമ്പോൾ നമ്മളതിന്റെ പ്രതിരൂപം കണ്ട് സന്തോഷിക്കും. ഇതുപോലെ സ്വർഗത്തിലെ ദൈവം തന്റെ മക്കളെ കണ്ട് സന്തോഷിക്കുന്ന നിമിഷമാണ് നേരത്തെ പാടിയത്. മണവാളനെ എതിരേൽക്കുവാൻ മണവാട്ടി പുറപ്പെടുന്നു. ഹല്ലേലൂയ. ഈ കാഹളം ധ്വനിക്കുമ്പോ ഒരുങ്ങിയിരിക്കുന്നവർ അവനെ എതിരേൽക്കാൻ പുറപ്പെടും. ചിലർ വിചാരിക്കുന്ന ഈ ലോകം ഇങ്ങനെ തന്നെ നടന്നു പോകുന്ന വിചാരിക്കുന്നത്. ഈ മഴ സത്യം, ദൈവം സത്യം. ആമേൻ. ഒരുക്കമുള്ളവർ അവന്റെ സന്നിധിയിൽ അവനെ എതിരേൽക്കാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. ആമേൻ. ഇനി നമുക്കൊരു മരണ വീട്ടിലേക്ക് പോകാം. ഒരു മരണ വീട്ടിൽ പലതരത്തിലുള്ള മരണങ്ങളുണ്ട്. ജനിച്ചവരുടെ മരിച്ചു, 90 വയസ്സായി മരിച്ചു. എന്നാലും മരണ വീടിന്റെ അന്തരീക്ഷം ഒരിക്കലും ഒരു ജനന വീടിന്റെ അന്തരീക്ഷമല്ല. മരണ വീടിന്റെ അകത്തേക്ക് ചെല്ലുമ്പോണ്ടാകുന്ന ചാമ്പ്രാണിയുടെ മണമൊന്നും ജനന വീട്ടിലില്ല. അവിടെ പിള്ളയുടെ ഒരു മണമൊക്കെ അവിടെ. മരണ വീടിന്റെ അന്തരീക്ഷം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അനുഭവം. അവിടെ പ്രായത്തിൽ മരിച്ച മനുഷ്യന്റെ ബോഡി കൊണ്ട് നടക്കാൻ പോകുമ്പോഴും അതുവരെ എതിർത്ത് നിന്ന മക്കളൊക്കെ മാറി നിന്നിട്ട് 2 വാക്കൊക്കെ ഇങ്ങനെ പറയുന്നത് ഒന്ന് നീങ്ങി കിട്ടിയാൽ മതിയെന്ന് രാത്രി അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അവിടെ ഒരു കരച്ചിലുണ്ട്. എന്നെ അതിശയിപ്പിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. കാലം തികയാതെയും ഒക്കെ മരണ വീടുകൾ നമ്മൾ സന്ദർശിക്കാറുണ്ട്. ചില വീടുകളിൽ അലമുറയിട്ട കരച്ചിലാണ്, ചില വീടുകളിൽ അങ്ങനെയല്ല, വിങ്ങിപ്പൊട്ടുന്നു. ചില വീടുകളിൽ കരയാൻ പോലും ആകാതെ തളർന്നു കിടക്കുന്ന അവസ്ഥകളുണ്ട്. മരണം സത്യമാണ്. ഹല്ലേലൂയ. എങ്കിൽ ആ മരിച്ചവൻ എവിടെ എത്തുന്നു എന്നുള്ളത് ഭയങ്കരമുണ്ടാണ്. ഹല്ലേലൂയ. വീണ്ടും കാണാൻ പറ്റുമെന്ന് പ്രത്യാശ ഉണ്ടെങ്കിൽ ഇത്രയേറെ നിലവിളിക്കേണ്ട ആവശ്യമില്ല. രാവിലെ വീട്ടിൽ തുടങ്ങി പോകുന്ന കൊച്ചിനെ തലമുറയിട്ട് കരയോ? കാണാം, മടങ്ങി വരാം. ഹല്ലേലൂയ. അവന്റെ വീട്ടിലേക്ക് മടങ്ങി വരും. എന്നാൽ ഇത്രയേറെ ജനം അലമുറയിട്ട് കരയുന്നതിന്റെ കാരണം ഇനി ഞാൻ ഇതിനെ കാണുന്നില്ല എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ പ്രത്യാശയുള്ളവർ പറയും, ഞാൻ കർത്താവിന്റെ അടുക്കൽ നിന്നെ കാണാം. ഹല്ലേലൂയ. ഞാൻ അവിടെ വരുമ്പോൾ എനിക്ക് നിന്നെ കാണാം, ഇതിലും ഭംഗിയായി കാണാം, ഇതിലും തേജസ്കരണം പ്രാപിച്ച് കാണാം. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്നവരോട്, ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നവരോട്, ദൈവത്തെ സ്നേഹിക്കുന്നവരോട് ഒരു വാക്ക് പറഞ്ഞിട്ട് വചനത്തിലേക്ക് പ്രവേശിക്കാം. ഈ സാധാരണമായ കാര്യങ്ങളെ മാത്രം പിടിക്കാതെ കുറച്ച് ശ്രേഷ്ഠമായത് അന്വേഷിക്കുന്ന ഹൃദയങ്ങളിൽ. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ നന്മകളും ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളും മാത്രം പിടിക്കാതെ കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ചുകൂടി ശ്രേഷ്ഠമായത് അന്വേഷിക്കുന്ന ഒരാളാണ്. ആമേൻ.
നമ്മൾ പരീക്ഷിക്കുന്ന തെളിവ് തരാം. തെളിവ് തന്നിട്ട് വിശ്വസിച്ചാവും. അതായത് നമ്മൾ ഈ സ്വാഭാവികമായിട്ട് പ്രാർത്ഥനാ വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചും ഇവിടുത്തെ ജീവിതത്തെ കുറിച്ചും ഇവിടുത്തെ സമ്പന്നതയെ കുറിച്ചും കടഭാര മാറുന്നതിനെ കുറിച്ചും വീട് വയ്ക്കുന്നതിനെ കുറിച്ചും രോഗി സൗഖ്യമാകുന്നതിനെ കുറിച്ചും ഇങ്ങനെയുള്ള നിരന്തരമായ പ്രാർത്ഥന, അത് ഞാൻ വിളിക്കുന്ന പേരാണ് കുശലി പ്രാർത്ഥന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില പ്രാർത്ഥനയെ കിട്ടിയിട്ട് ലെവലൊന്ന് മാറ്റി പിടിക്കാം. ആമേൻ. ഈ ശലോം എന്നൊരു കഥാപാത്രമാണ്. ശലോമൻ സഭാപ്രസംഗി 12 അധ്യായം നിങ്ങൾ വായിക്കണം. വീട്ടിൽ പോയിട്ട് സമയം കിട്ടുമ്പോൾ പതുക്കെ കുറേശ്ശെ വായിച്ചാൽ മതി. വായിച്ച് ശലോമനെ എഴുതി. ഈ ശലോമൻ ഒരിക്കൽ ഇങ്ങനെ എഴുതി വെച്ചു, എന്റെ കണ്ണുകൾ ആഗ്രഹിച്ചതൊക്കെ ഞാൻ എന്ത് ചെയ്തു? സ്വന്തമാക്കി. ഈ ശലോമന്റെ ഒരു പ്രത്യേകത, പോകുന്ന വഴിക്കൊരു പെൺകൊച്ചിനെ കണ്ടാൽ അതിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ആരുടെ തന്നുകൊണ്ട അത് തന്റെ ഭാര്യയോ വെപ്പാട്ടിയോ മാറിയിരിക്കും. അതുകൊണ്ടാണ് അത് അങ്ങനെ എഴുതിയിരിക്കുന്നത്. കണ്ടതൊക്കെ യെരൂശലേം ദേവാലയത്തിനേക്കാൾ വലുതാണ് സൈന്യഗൃഹങ്ങൾ. കാട്ടിനകത്ത് പുറത്തോട്ട് ഇഷ്ടംപോലെ സൈന്യങ്ങൾ. ജ്ഞാനം ഭയങ്കരം. ദേവദാരു ലബനനിൽ നിന്ന് കൊണ്ടുവന്നു. ശലോമിന്റെ കാലത്ത് വെള്ളിക്ക് വിലയില്ലായിരുന്നു. ഇന്ന് വെള്ളിക്ക് നല്ല വിലയുണ്ട്. അന്ന് നമ്മുടെ യേശുവിന്റെ കാലത്തൊക്കെ നോക്കുമ്പോൾ വെള്ളിക്ക് ഭയങ്കര വിലയാണ്. സ്വർണ്ണമൊന്നും കിട്ടാനില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ മൂല്യമുള്ളൂ. പക്ഷെ വെള്ളിയാണ് അവിടെ ഇത് കിടക്കുന്നത്. സ്വർണത്തിന്റെ ധാരാളിത്തം കണ്ടിട്ട് വെള്ളിക്ക് ഒരു വിലയില്ലാത്ത കാലം ശലോമിന്റെ കാലമാണ്. ഓരോ വർഷവും പല രാജ്യത്തിൽ നിന്ന് ടൺ കണക്കിന് സ്വർണമാണ് ഇവിടെ കാലത്ത്. അപ്പൊ എങ്ങോട്ട് നോക്കിയാലും സമ്പത്ത്, ധനം ഒന്നിനും കുറവില്ല. എങ്ങനെ നോക്കിയാലും പരിചാരികമാരെക്കാൾ കൂടുതൽ കാര്യമാണ്. അപ്പൊ അദ്ദേഹം എഴുതിയൊരു വാക്കിതാണ്, എന്റെ കണ്ണുകൾ കണ്ടതൊക്കെയും എന്റെ ഹൃദയം ആഗ്രഹിച്ചതൊക്കെയും ഞാൻ സ്വന്തമാണ്. ഈ മനുഷ്യൻ സഭാപ്രസംഗം എഴുതി വെച്ചിരിക്കുന്നു. വലിയ മായായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. മായ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല, എന്നാലും എല്ലാം മായയാണ് എഴുതി വെച്ചു. ചില പറയുന്നത് എനിക്കൊരു കുടുംബ ജീവിതം കിട്ടിയാൽ നല്ല മായയാണ്. ചില പറയാൻ എനിക്ക് നല്ലൊരു 1.5 ലക്ഷം രൂപയുടെ ശമ്പളമുള്ള ജോലി കിട്ടിയാൽ നന്നാവും. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചു. മൂന്നിന്റെ വാക്യങ്ങളിലേക്ക് 3 വാക്യങ്ങൾ വായിച്ചു നമുക്ക് പോകാം. ഒന്ന്, യെശയ്യാ പ്രവചനം 66-ാം അധ്യായം അതിൽ 1-ാം വാക്യം. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും ആകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? യെശയ്യാ 41-ന്റെ 8 മുതൽ വായിച്ചത്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. സഭാപ്രസംഗി 12-ാം അധ്യായം 1 അതിന്റെ 13-ാമത്തെ വാക്യം. 13-ാം വാക്യം.
കുറച്ചുകൂടി ഒന്ന് കഴിച്ചിട്ട് കാരണം ആശിക്കാരുന്നു. നിന്റെ യൗവനകാലത്ത് നിന്റെ സ്രഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക. ഇതിന്റെ സ്ഥലമാണ്. അവൻ നിന്റെ യൗവനകാലത്ത് പലതും തോന്നുന്നു, പലതും ഉണ്ടാക്കാൻ തോന്നുന്നു, പലതും എത്തിപ്പിടിക്കാൻ തോന്നുന്നു, സ്വന്തമാക്കാൻ തോന്നുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ എഴുതി വെച്ചിരിക്കുന്നു, നിന്റെ യൗവനകാലത്ത് നീ സ്വന്തമാക്കേണ്ടത് നിന്റെ സൃഷ്ടികർത്താവായ ദൈവത്തെയാണ്. ഹല്ലേലൂയ. കോമ സ്റ്റേജിൽ അത് പറ്റത്തില്ല. ഓർമ്മയുള്ളപ്പോൾ, തെളിമയുള്ളപ്പോൾ, നല്ല യൗവനകാലത്ത് സ്വന്തമാക്കിക്കോളും. ലാസ്റ്റ് പറഞ്ഞത് 13-14 എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെടുക, അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് നല്ലത് അതാണ്. ഹല്ലേലൂയ. അടുത്ത കർമ്മത്ത് പറയും, നല്ലത് യേശുവിനെ അനുഗ്രഹിക്കുകയാണ്. ആമേൻ, ആമേൻ. ബാക്കി എല്ലാ പരിപാടിയും വഴി കിടക്കണം. ഹല്ലേലൂയ. ബാക്കിയോട് വായിച്ചാൽ ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായ വിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. എത്ര പേർ വിശ്വസിക്കുന്നത്? ആമേൻ, ഹല്ലേലൂയ. അതായത് എല്ലാ ന്യായ വിസ്താരത്തിലേക്ക് വരിക. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഒരു കർത്താവ് ബോധപ്പെടുത്താൻ. ആമേൻ. കർത്താവേ, ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ തൊടുമാറാകണമേ. അങ്ങനെ ഇടപെട്ടുകളെ തിരിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കുമാറാകണമേ. നിങ്ങളുടെ വിശുദ്ധ നാമങ്ങളുടെ മേൽ വാഴുവാനാകണമേ. ആമേൻ. ഹല്ലേലൂയ. വായിക്കാം നമുക്ക് ഏഷ്യ 66:1 മുതൽ വായിക്കാം. ഏഷ്യ 66:1 മുതൽ. ദൈവം ഇപ്രകാരം അരുളിച്ചെയ്തു, സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠമാവും. വിശ്വസിച്ചോ? സ്വർഗത്തിലിരുന്നവൻ ഭൂമിയിൽ കാൽ തൊട്ടു. എത്ര പേർ വിശ്വസിക്കുന്നു? സ്വർഗത്തിലിരുന്ന കർത്താവ് മനുഷ്യപുത്രനായി ഭൂമിയിൽ കാൽ ചോദിച്ചു. ആമേൻ. അതായത് സ്വർഗത്തിൽ നിന്ന് കാലേശ് താഴെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കഥകളിൽ കാണുമ്പോൾ വലിയൊരു കാല് വെച്ചിരിക്കുന്നു. അവരാണ്. ഇനിയും പറയുന്നു, ഞാൻ മടങ്ങി വരും, ഒലിവ് മലയിൽ എന്റെ കാൽ ചവിട്ടുന്നു. വലിയൊരു താഴ്വര ഉളവായി വരും. രാജത്വം പ്രാപിച്ച് ഞാൻ മടങ്ങി വരും. യേശുവിനെ ക്രൂശിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഒരു കള്ളം പറയുകയാണ്, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും ഓർക്കണമേ. യേശുവിന്റെ മറുപടി, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് കൃപ ലഭിച്ചവർ അവനെ സ്തുതിക്കട്ടെ, കൃപ ലഭിച്ചവർ അവനെ ആരാധിക്കട്ടെ. അവൻ സത്യദൈവം തന്നെ. ആമേൻ. ഇതേ കർത്താവ് എപ്പോഴാണ് രാജത്വം പ്രാപിച്ചു വരുന്നത്? രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ഹല്ലേലൂയ. കർത്താവ് ഒരു നിശ്ചയം, അവൻ രാജത്വം പ്രാപിച്ചു വരും നിശ്ചയം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് നിശ്ചയം. ആമേൻ. ചിലർ വിശ്വസിക്കാതെയാണ് പലതും പഠിക്കുന്നത്. എബ്രായ പുസ്തകം 11-ാം അധ്യായത്തിൽ
അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് അവർ ഇവിടെ വീടുണ്ടാക്കാൻ മടിച്ചു. കാരണം ഇത് താൽക്കാലിക ഗൃഹമാണെന്ന് അറിഞ്ഞിട്ട് അവർ പിതാവിന്റെ പിതൃഭവനം അന്വേഷിച്ച് സ്വർഗത്തിലേക്ക് നോക്കി. കർത്താവേ, ഞങ്ങൾക്ക് ഒരുക്കിയ പാർപ്പിടം എവിടെ? ഞങ്ങൾക്ക് ഒരുക്കുന്ന പാർപ്പിടം എവിടെ? ഞങ്ങൾ കൈപ്പണിയായി എങ്ങനെ ചെയ്യും? കൈപ്പണിയായി ഒരുക്കുന്ന യാതൊന്നിലും അവൻ വസിക്കുന്നില്ല എന്ന് വചനം വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. കൈപ്പണിയായതിൽ ഒന്നും കർത്താവ് വസിക്കുന്നില്ല. ഇത് കൈപ്പണിയല്ല. ആരും പറയരുതേ എന്റെ അപ്പൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് എന്നെ നന്നായി മെനഞ്ഞു എന്ന് പറയരുത്. സ്വർഗത്തിലെ ദൈവം എന്നെ നന്നായി മെനഞ്ഞു. ഇത് കൈപ്പണിയല്ലാത്ത ഭവനം. ആമേൻ. ദൈവം തന്റെ കരത്താൽ സൃഷ്ടിച്ച മനുഷ്യന്റെ മേൽ ജീവന്റെ ശ്വാസം നൽകിയെങ്കിൽ അവൻ എന്തുകൊണ്ടുകൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. അവൻ താഴ്മയുള്ളവരോടുകൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. അവന്റെ സന്നിധി വചനത്തിന്റെ മുമ്പിൽ വിറയ്ക്കുന്നവരുടെ മുമ്പിൽ താഴ്ന്നവരുടെ മുമ്പിൽ ഇരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. വചനത്തെ മറയില്ലാതെ ഏറ്റെടുക്കുന്നവന്റെ മുമ്പിൽ അവൻ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ ഭാഗ്യം ലഭിച്ചവർ പറയണം, കർത്താവേ, നീ എന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് കാണാം. ആമേൻ. അപ്പൊ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം? ഞാൻ എന്റെ കർത്താവിനെ ഒരുക്കാൻ വേണ്ടി കർത്താവിന്റെ വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ അറിയുന്നതിന് മുമ്പ് പുൽക്കൂട് ഒരുക്കി കൊടുത്തു. ക്രിസ്മസിന് ഒരു ഒട്ടകത്തെ കൊണ്ടുവച്ചു, ഒരു കുഞ്ഞാട്ടിൻകുട്ടിയെ കൊണ്ടുവച്ചു. മറ്റൊരു അല്പം ചെല്ലിനപ്പോ അത് പറഞ്ഞു കിടക്കുന്നതാണ്. ചിലതിന്റെ മോണ്ടെന്ന് ശരിയല്ല. ഞാനൊന്നും വലിയ പണക്കാരനില്ലാത്തത് കൊണ്ട് ചെറിയ പുല്ല്, എന്നാൽ വലിയവന്റെ വീട് നോക്കുമ്പോൾ വലിയ പുല്ല്. യേശുവിൽ ഏതിന് കേരളം. ആമേൻ. കടപ്പുറത്ത് ചില വീട്ടിൽ പോയപ്പോ വീട് മുഴുവൻ പാവപ്പെട്ടവന്റെ വീട്ടിൽ കയറി ഓടുമ്പോ കൺഫ്യൂഷനായി. ഇവിടെ കണ്ടോ, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം? ഞാൻ നേരത്തെ പറഞ്ഞ ശലോമൻ കർത്താവിന് വേണ്ടി ഭൂമിയിൽ ഒരു ആലയം പണിതു. യെരൂശലേം ദേവാലയം. യെരൂശലേം ദേവാലയം പണിയുമ്പോൾ അതിന്റെ പണിയെ കുറിച്ചൊക്കെ അധ്യായങ്ങൾ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. ശലോമന്റെ വീടിനകത്ത് എല്ലാ സ്വർണ്ണ പാത്രമായിരുന്നു. കുടിക്കാനുള്ളത്, ഇറച്ചി ഉണ്ടാക്കാനുള്ളത്, പിന്നെ ചായ കുടിക്കാനുള്ളത്, മുന്തിരി ചാറെടുക്കാനുള്ളത് എല്ലാം സ്വർണ്ണ പാത്രം. കാരണം വേറെ എന്തും ഉണ്ടാക്കാൻ ഈ സ്വർണ്ണമയം യെരൂശലേം ദേവാലയം. യെരൂശലേം ദേവാലയത്തിനകത്ത് തന്നെ വെച്ചിരിക്കുന്ന സ്വർണം ഏറ്റവും മേന്മയേറിയ. ഇത് അപ്പനായ ദാവീദ് ഒരിക്കല് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു, വെറും ആട്ടിടയനായിരുന്ന എന്നെ നിന്റെ ഈ മഹാജനത്തെ നയിപ്പാൻ തക്കവണ്ണം ഒരു രാജാവായി ഈ സിംഹാസനത്തിൽ ഇരുത്തിയ യേശുവേ, യഹോവേ, നീ മഹോന്നതനായ ദൈവം. ഞാൻ ഈ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സാക്ഷ്യപ്പെട്ടകം മഴയത്തും വെയിലത്തും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഞാൻ നിനക്കൊരു ആലയം പണിയട്ടെ. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഈ പണിയുക അത് നല്ലത് തന്നെ. സ്വർഗത്തിലെ ദൈവം പ്രവാചകന് കൊട്ടു കൊടുത്തിട്ട് പറഞ്ഞു, അല്ല, ദാവീദ് അത് പണിയേണ്ട. ദാവീദിന്റെ കരത്തിൽ രക്തം കണ്ടിരിക്കുന്നു, ഊരിയാവിന്റെ രക്തം. ഹല്ലേലൂയ. ദാവീദ് ഭ്രമിച്ചുപോയി, സങ്കടപ്പെട്ടുപോയി. അപ്പാ 51-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു, നിർമ്മലമായൊരു ഹൃദയം എനിക്ക് നൽകണമേ, സ്ഥിരമായൊരു ആത്മാവിനെ എനിക്ക് തരണമേ. താഴ്ന്നു പോയി ദാവീദ് താഴേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു, ദൈവമേ, നിന്റെ രക്തം കൊണ്ട് ഈ സോപ്പ് കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ. എന്റെ ഹൃദയം പാപം ചെയ്തു പോയി, ഞാൻ നിഗളിച്ചു പോയി. 32-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, ലംഘനം ക്ഷമിച്ചു കിട്ടിയവരാണ് ഭാഗ്യവാൻ, പാപങ്ങൾ മറച്ചു കിട്ടിയവരാണ് ഭാഗ്യവാൻ. ഇങ്ങനെ സുവർണ്ണ ഗീതങ്ങൾ എഴുതിയ ദാവീദിനോട് ദൈവം പറഞ്ഞു, നീ പണിയേണ്ട.
ഹല്ലേലൂയ. നേരത്തെ നമ്മൾ അവസാനം വായിച്ചില്ലേ ഒരു വാക്യം, അത് ആ വാക്യം വായിച്ചിട്ട് സഭാപ്രസംഗിയുടെ 12:14 വായിച്ചാലേ. സഭാപ്രസംഗി 12:14. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും. അതിനകത്ത് 2 സ്പൂൺ അഭിഷേകം, 2 സ്പൂൺ ഉഷാറ്, വഴിയുടെ ക്ഷീണം മാറട്ടെ. ദൈവം നല്ലതും തീയതുമായ. നമ്മളാണെങ്കിൽ തീയത് പറിച്ചു വയ്ക്കും, നല്ലതിനെ കൊണ്ടുവരും. നമുക്കുള്ളത് പറഞ്ഞു, ഞാൻ വളരെ പെർഫെക്റ്റ് ആണ്. മറ്റേ ബാക്കിയൊക്കെ പറിച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാം കയറി വരുമെന്നോ അതിനെ പറയുന്നത്. നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി. ആ വാക്ക് എല്ലാവരും ഹൃദയത്തിൽ പറഞ്ഞാടെ, വായു കൊണ്ട് പറഞ്ഞാട്ടെ. എല്ലാ രഹസ്യം നിരപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഇതെല്ലാം കയറി വരും. ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്ന് തവള ചാടിച്ചാടിക്കും പോലെ വരും. അയ്യോ നീ വന്നു. സകല രഹസ്യങ്ങളെയും ന്യായവിസ്താര സഭയിലേക്ക് കൂട്ടി വലിച്ചുമല്ലോ. ഇത് വരാതിരിക്കണമെങ്കിൽ മുറിച്ചു പാലം മുറിക്കണം. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്നു, ദൈവത്തിന് നീ പണിയുന്ന ആലയം ഏതു വിധം. ഹല്ലേലൂയ. കറകൾ പറ്റിയെങ്കിൽ കറകൾ കഴുകി കളയണം. അത് ഇത്ര രക്തപാതകമാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് നീ ഒരുക്കി കൊടുക്കേണ്ടുന്ന ആലയം നിന്റെ ഹൃദയം തന്നെ. കൊരിന്ത്യർ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവിൽ വസിപ്പാൻ ഇഷ്ടപ്പെടുന്നു. താഴ്മയുള്ളവരോട് കൂടെ അവൻ വസിപ്പാൻ ഇഷ്ടപ്പെടുന്നു. നിഗളിയെ ദൂരത്ത് നിർത്തുന്നു. വചനത്തിനെ വിശ്വസിക്കുന്നവരുടെ മേൽ അവൻ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം കൂടെ ഇരിക്കുന്നവൻ ഭാഗ്യവാൻ. അതുകൊണ്ട് പലതും നീ അന്വേഷിച്ചു പോകണ്ട. 127-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, യഹോവ തന്റെ പ്രിയനോ അത് ഉറക്കത്തിൽ എന്നതുപോലെ കൊടുക്കുന്നു. ഒരുത്തൻ അധ്വാനിച്ച് തളരുമ്പോ ദൈവത്തിന്റെ പ്രിയന് അവന് ശ്രേഷ്ഠമായത് കൊടുക്കാൻ ശക്തനാണ്. നീ ഭയപ്പെടേണ്ട, തരുവാൻ ശക്തനാണ് എന്റെ ദൈവം. അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമെങ്കിൽ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കുന്നവന് ഒന്നിനും ഉണ്ടാകുകയില്ല. യഹോവയെ സേവിക്കുന്നവന്റെ സന്തതി ആഹാരത്തിനായി കൈ നീട്ടുകയില്ല. ഹല്ലേലൂയ. അവനിൽ ആശ്രയിക്കുന്നവൻ പന പോലെ തഴയ്ക്കും. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ദുഷ്ടനാണ് പന പോലെ തഴയ്ക്കുന്നത്. അതിനെ പറയുന്നു, എന്റെ നീതിമാർ പന പോലെ തഴയ്ക്കും. എല്ലാവരും പറഞ്ഞാണ്ട്, എന്റെ നീതിമാർ പന പോലെ തഴയ്ക്കും. തക്കാളി തഴയ്ക്കും പോലെയല്ല, പന പോലെ. പതുക്കെ തഴയ്ക്കുമെങ്കിലും നല്ല ബലമായിരുന്നു. ഏത് കാറ്റും കണ്ടിട്ടുണ്ടോ? ഈ ഒറ്റപ്പന നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഈ പണ്ട് യക്ഷിയോട് താമസിക്കാൻ തെരഞ്ഞെടുത്തത് പനയാണ്. അപ്പൊ കഥയാ, ഞാൻ പഠിച്ചത് ഒരുപാട് പനകളുണ്ടായിരുന്നു. ഈ പനകളെ കാണുമ്പോഴൊക്കെ ചരിത്രകാരന്മാർ എഴുതി വെച്ചു, യക്ഷികൾ വസിക്കുന്ന ഇടം. കാറ്റടിച്ചാലും പന വീഴുകയല്ല, കൊടുത്തടിച്ചാലും പന വീഴുകയല്ല. നല്ല വെയിലത്തും ഉഷ്ണത്തും പനം കായ്ക്കും. അതാ വചനം പറയുന്നത്, എന്റെ നീതിമാൻ പന പോലെ തഴയ്ക്കും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ പന പോലെ തഴയ്ക്കും. യേശു വിശ്വസിക്കുന്നവൻ പന പോലെ തഴയ്ക്കും. നല്ലൊരു പനയായിരിക്കും യക്ഷി വസിക്കാൻ നമ്മളെ കർത്താവ് വസിക്കാൻ. ഹല്ലേലൂയ. യക്ഷികളെ കറങ്ങുമ്പോൾ യക്ഷന്മാരും യക്ഷികളും കർത്താവ് വസിക്കുന്നു. ഇപ്പൊ കർത്താവ് പറയാണ്, ഞാൻ വസിപ്പാനായി നീ പണിയുന്ന ആലയം ഏത് വിധം. ഇവിടെ സഹോദരി പറഞ്ഞു പോയി, പിന്നെ ഏലിയാവ് യാഗപീഠം പണിതു, യാഗപീഠം നിവർത്തി. അവർ അച്ഛൻ അങ്ങനെയുണ്ട്, യാഗപീഠം നിവർത്തി കഴുകി വൃത്തിയാക്കി എല്ലാം ചെയ്തതിനു ശേഷമാണ് യാഗം നടത്തിയത്. ഇവിടെ പറയുന്നു, ആലയം പണി അകത്താരംഭിക്കുന്നു. ആമേൻ. ഞാൻ പറഞ്ഞത് ഇതാണ്, ദാവീദ് അവിടെ നിന്ന് കരഞ്ഞു പറഞ്ഞു. ദാവീദിന് സങ്കടം തോന്നി. കാരണം ആട്ടിടെ നേരത്തെ എന്റെ മേൽ അഭിഷേകത്തെ പകർന്ന്, നിങ്ങളുടെ ഭാവമായി സഭയുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ദാവീദിന്റെ മേൽ ഒരു സഹോദരി അഭിഷേക തൈലം ഒഴിക്കുന്നു.
അന്ന് മുതൽ ആൾ മാറുന്നു. ദാവീദ് ആടിനെ കൊണ്ടുപോകുമ്പോൾ സിംഹത്തെയും കരടിയും പിടിച്ച് കീറുന്നു. ഭയങ്കരമായ ബലം കിട്ടുന്നു. ദാവീദിനറിയാം ഞാൻ കല്ലുകൊണ്ട് ഗോലിയാത്തിനെ തകർത്തിടുന്നു. ഇതൊക്കെ ദാവീദിനറിയാം. അഭിഷേകത്തിന്റെ ശക്തി അറിയാം. ഇതേ ദാവീദ് യഥാർത്ഥത്തിൽ ദാവീദിന്റെ ഹൃദയത്തെ കുറിച്ച് ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ ഹൃദയം തേടുന്ന പുരുഷൻ, എന്റെ ഹൃദയം തേടുന്ന പുരുഷൻ. ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ടും ദാവീദിനോട് കർത്താവ് പറയുകയാണ്, നീ ആരെയും പണിയണ്ട, നിന്റെ കൈകളിൽ എന്ത് പുരണ്ടുകൊണ്ട്. നമ്മൾ ചെയ്യുന്നത് എന്നറിയാം, ചില പാപങ്ങളൊക്കെ ചെയ്തിട്ട് 2 ദിവസം കഴിയുമ്പോൾ മറന്നല്ലോ. വചനം കണ്ടോ? അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നാണ്. അപ്പോ എങ്ങനെ നിന്റെ പാപങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടില്ല എന്ന്, നിന്റെ ഹൃദയത്തിനകത്ത് യഹോവയുടെ ആലയം പണിതില്ല എങ്കിൽ ശുദ്ധീകരണം നടക്കുകയാണ്. പേടിക്കാതിരിക്കാൻ വേണ്ടി ഒരു വാക്യം വായിച്ച ഏശയ്യ 1:1. ഏശയ്യ 1 എടുത്തിട്ട് അതിനകത്ത് നിങ്ങളുടെ പാപങ്ങൾ കടിച്ചു കുപ്പാടെ ആ വാക്യങ്ങൾ മാത്രം വാക്കിയത് 1:17 വായിച്ചാൽ യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 'തിന്മ ചെയ്യുന്നത് മതിയാക്കും, തിന്മ ചെയ്യുന്നത് നിർത്തുവിൻ. അപ്പൊ ആലയം പണിയെ തീരുമാനിച്ചല്ലോ. ആലയം പണിയെ തീരുമാനിച്ചിരുന്നു കരമറ്റേട്ട. ഞാൻ ആലയം പണിയെ തീരുമാനിച്ചു. ഹലോ, അതിന്റെ സൗകര്യം തീരുമാനിച്ചില്ല. ആലയം പണിയെ തീരുമാനിച്ചു. ആലയം പണിയെ നിങ്ങൾ ആരും പണിക്കേണ്ട, ഡൊണേഷനോ വെക്കണ്ട. ഈ പണി അകത്താണ്. പൈസ ഇടണ്ട, പേടിക്കണ്ട, പൈസ ഇടണ്ട. ഈ പണി അകത്താണ്, ഹൃദയത്തിലാണ് പണി നടക്കുന്ന ആലയം പണി. അമ്മേ അതിന് വായിച്ചാൽ തിന്മ ചെയ്യുന്നത് മതിയാക്കുകയും നന്മ ചെയ്യുവാൻ പഠിപ്പിൻ, ന്യായം അന്വേഷിപ്പിൻ, ന്യായത്തെ അന്വേഷിപ്പിൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുകയും, അനാഥന് ന്യായം നടത്തി കൊടുക്കുകയും, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവയുടെ എന്താ പറയണം? വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം. അടുത്ത നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. എങ്കിലും ഭൂമിയിൽ ഒരു ആലയം പണിയുന്ന ദാവീദിനെ വിലക്കിയിട്ട് അത് ശലോമനെ ഏൽപ്പിച്ചു. ശലോമൻ കഴിയാവുന്നത് പോലെയൊക്കെ ആലയം പണിത് എടുക്കുന്ന സമയത്ത് രാജാക്കന്മാർ ദിനവൃത്താന്ത പുസ്തകത്തില് ഈ ശലോമന്റെ യൗവന കാലത്തിലെ ഒരു പ്രാർത്ഥനയാണ്. 24,000 1,20,000 ആടുകളെ കാളകളെയാണ് വെട്ടിയത്. ഈ ആലയത്തിന്റെ പ്രതിഷ്ഠ എല്ലാം നടത്തിയിട്ട് ശലോമോന് ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ താഴ്ത്തി. എന്നിട്ടിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആലയം മുഴുവനും പുക കൊണ്ട് നടന്നു, ദൈവ സാന്നിധ്യം കൊണ്ട് നടന്നു. പുരോഹിതന്മാർക്ക് പോലും അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാതെ വന്നാൽ ഇതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. ആലയം മുഴുവനും കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നടന്നു, ഭൂമിയിലെ ആലയത്തിൽ. എന്നാൽ പുതിയ നിയമം വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ വായിച്ചാൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ 2:1 വായിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ അവിടെ ആലയ പ്രതിഷ്ഠ നടന്നതിന് ശേഷം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആലയത്തിനകത്ത് പുക കൊണ്ട് നിറഞ്ഞു, ആലയത്തിനകത്ത് ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. പക്ഷെ യാഗങ്ങൾ അർപ്പിക്കപ്പെട്ടു, കാളകളും മാടുകളും ഒക്കെ അറക്കപ്പെട്ടു, അതിന് രക്തമൊഴിച്ചു, യഹോവയ്ക്ക് പ്രസാദമുണ്ടായി.
എന്നാൽ പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്ത ശേഷം യാഗം പൂർത്തീകരിച്ചതിനു ശേഷം ആടിന്റെ രക്തമോ കാളയുടെ രക്തമോ അല്ല, തന്റെ രക്തം കൊണ്ട് മനുഷ്യനെ ശുദ്ധീകരിക്കിയ ശേഷം അവനെ ആശ്രയിച്ചവന്റെ പാപങ്ങൾ മോചിച്ചതിനു ശേഷം പാപങ്ങൾക്ക് വേണ്ടിയുള്ള ഏകയാഗം കഴിച്ച് പിതാവിന്റെ വലത് ഭാഗത്ത് പോയി ഉപവിഷ്ടനായ കർത്താവ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നൊരു ഭാഗമായി പറയുന്നത്. ഹല്ലേലൂയ. പണിയേണ്ടുന്ന ആലയത്തെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. ഞാനൊരു ആലയം പണിയുന്നു. ഇവിടെ കണ്ടോ, ഒരുമിച്ച് കൂടിയിരുന്നവരുടെ മേൽ, പ്രാർത്ഥിച്ചിരുന്നവരുടെ മേൽ, കാത്തിരുന്നവരുടെ മേൽ, വാഗ്ദത്തത്തിൽ വിശ്വസിച്ചവരുടെ മേൽ ദൈവം ആദ്യം പകർന്നത് തന്റെ ആത്മാവിനെ അത്രേ. ഹല്ലേലൂയ. ദൈവത്തിന് വസിപ്പാനായി പെന്തക്കോസ്ത് നാളിൽ 120 പേരുടെ ഹൃദയം തെരഞ്ഞെടുത്തു. ദൈവ സാന്നിധ്യം ഇറങ്ങാനായി ദൈവം തിരഞ്ഞെടുത്തവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വായിച്ചാണ്, മൈക്ക് വായിക്കണം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. നമ്മൾ നേരത്തെ പറയുന്ന ആ ഭാഗം വേണമെങ്കിൽ വായിച്ചു. പിന്നെ ദിനവൃത്താന്ത പുസ്തകം ശലോമോന്റെ ആലയത്തിനകത്ത് വെളിപ്പെട്ടത് വായിച്ചു. എത്രാം തീയതി? ശമൂലുണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ. എത്ര? അതെ, 1 രാജാക്കന്മാർ 8-ാം അധ്യായം 12-ാം വാക്യം. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 12-ാം വാക്യം വായിച്ചു. സാധ്യതകളുണ്ട്, വായിച്ചു. വായിക്കും. അപ്പോൾ ശലോമോൻ ഞാൻ ഊരിൽ വസിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്തു. എങ്കിലും ഞാൻ നിനക്ക് ഒരു നിവാസാലയം, നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതു. ശലോമോൻ കരുതി ദൈവത്തിന് എന്നേക്കും ഭൂമിയിൽ വസിപ്പാൻ ഒരു ആലയം പണിയുകയാണെന്ന്. ദൈവത്തെ നമ്മുടെ കൈകളിൽ നമ്മുടെ ഇഷ്ടത്താൽ ഒതുക്കാൻ ശ്രമിക്കരുത്. എങ്കിലും ശലോമോന്റെ ഹൃദയപ്രകാരം എല്ലാം ഒരുക്കിയിട്ട് പറയുകയാണ്, നിനക്ക് എന്നേക്കും വസിപ്പാൻ ഞാനൊരു ആലയം ഒരുക്കുകയാണ്. ഈ ഭൂമിയുടെ മധ്യഭാഗത്താണ് ആലയം ഒരുക്കിയത്. മിഡിൽ ഈസ്റ്റിന്റെ മധ്യഭാഗത്ത്, ഭൂമിയുടെ മധ്യഭാഗത്ത് യെരൂശലേം ദേവാലയം ഒരുക്കി. വായിച്ചു. ഇസ്രായേൽ സഭ മുഴുവൻ ഇസ്രായേലിന്റെ സർവ്വസഭയും അനുഗ്രഹിച്ച് പറഞ്ഞത് എന്തെന്നാൽ, നിന്റെ അപ്പനായ ദാവീദിനോട് ഉണ്മായി കൊണ്ട് അരുളിച്ചെയ്തത്, നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടത്. എന്റെ ജനമായ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന നാൾ മുതൽ എന്റെ നാമം ഇങ്ങനെ ആലയം പണിതാൽ ഞാൻ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളും പട്ടണം കൊടുത്തിട്ടില്ല. എന്റെ ജനമായ ഇസ്രായേലിന്റെ പൂർവ്വന്മാർ ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്ത് കേട്ടോ, ഞാൻ ദാവീദിന്റെ കൂടെ ഇരിപ്പാൻ. ദൈവം പറയാണ്, ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു. ശക്തന്മാരായ ഗോത്ര തലവന്മാരുണ്ടായിരുന്നു, മാറ്റി നിർത്തിയിട്ട് ഒരു ആട്ടിടയനെ തിരഞ്ഞെടുത്തു. എന്നാൽ അവന്റെ കയ്യിൽ രക്തം പുരട്ടപ്പോൾ അവന്റെ തലമുറയിലേക്ക് അത് മാറ്റപ്പെട്ടു. ഇത് വായിച്ച എനിക്ക് ആ ആലയം നിറഞ്ഞ ഭാവം കിട്ടിയ സാന്നിധ്യം. മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. മനസ്സിലായി? ഹല്ലേലൂയ. കർത്താവിന്റെ തേജസ് നിറഞ്ഞിരുന്നത് കൊണ്ട് അവിടെ കയറാൻ പറ്റിയില്ല. ഉണ്ടോ? അവരിരുന്ന സ്ഥലത്ത് അവർക്കാകെ ആലയം മുഴുവനും ധൂപം കൊണ്ട് നിറഞ്ഞു, ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞു, മേഘം കൊണ്ട് നിറഞ്ഞു. അടുത്ത പ്രാർത്ഥനയിൽ
ഹല്ലേലൂയ. പക്ഷെ എത്ര നാളത്തെ ഒരുക്കുണ്ടെന്നറിയോ ഈ ആലയം പണിക്ക്? എത്രയോ നാളത്തെ ഒരുക്കമുണ്ട്. എന്നാൽ നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തിയിൽ വായിച്ചേ, അവിടെ പ്രാർത്ഥനയുടെ ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടിരുന്നവന്റെ മേൽ കേട്ടിരുന്ന 120 പേരടങ്ങുന്ന ഒരു സംഘം മർക്കോസിന്റെ മാളിക പോയി. ഒരു മിനിറ്റ് നോക്കിക്കോണേ. യെരൂശലേം ദേവാലയം ഇതുപോലെ അവിടെ ഇരിപ്പുണ്ട്. ഹെരോദാവ് അതിനെ പുതുക്കി പണിതു. അതേ യെരൂശലേം ദേവാലയത്തിനകത്താണ് ശെഖേന ഇറങ്ങിയത്. അതേ യെരൂശലേം ദേവാലയത്തിന്റെ അല്പം മാറിയാണ് മർക്കോസിന്റെ മാളിക മുറി. ഈ മർക്കോസിന്റെ മാളിക മുറിയിലാണ് രണ്ടാമത്തെ പ്രാവശ്യം ശെഖേന ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. ഒന്നാമത് കാത്തിരുന്നവൻ ആലയത്തിനകത്ത് അവന്റെ കൈപ്പണിയായ സ്ഥലത്ത് വെച്ചപ്പോൾ, രണ്ടാമത് ക്രിസ്തു യാഗം കഴിച്ചതിന് ശേഷം ക്രിസ്തുവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരുന്നവൻ ആലയമായി മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. യെരൂശലേം ദേവാലയത്തിലാണ് ആള് കൂടിയത്. വന്ന് കൂടിയതെല്ലാം അതിന്റെ ചുറ്റുവട്ടത്തും പെന്തക്കോസ്ത് നാളിന്റെ കൊയ്ത്തുത്സവത്തിന്റെ നാളിന്റെ വിൽപ്പന നടക്കുകയാണ്. ഇതെല്ലാം നടക്കുന്നവർ 120 പേര് കൂടിയിരുന്ന ആ സംഘത്തിന്റെ മേൽ അവർ ഇരുന്ന ഇടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. അവരാരും പുരോഹിതന്മാരായിരുന്നില്ല. യേശുവിന്റെ ശിഷ്യന്മാരും യേശുവിൽ വിശ്വസിച്ചവരും സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു സംഘം. ഹല്ലേലൂയ. അവരാരും രാജാക്കന്മാരായിരുന്നില്ല. എന്നാൽ അവർ അവനിൽ വിശ്വസിച്ചിരുന്നു. അവന്റെ ക്രൂശീകരണം കണ്ടു, അവർ കേട്ടു, അവർ തൊട്ടു, അവർ അറിഞ്ഞു ഇത് കർത്താവിന്റെ വാക്കുകളൊക്കെയും സത്യം തന്നെ വിശ്വസിച്ച് കാത്തിരുന്നവന്റെ മേൽ ആലയമായി അവർ പണിയപ്പെട്ടു. ആമേൻ. ഇനി വായിച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഒന്നവർക്ക് പ്രത്യക്ഷമായി. മഹാപുരോഹിതൻ നോക്കിക്കൊണ്ട് നിന്നപ്പോ ഇവിടെ പത്രോസും യോഹന്നാനും ഒക്കെ അവരുടെ മുമ്പിൽ അത് പ്രത്യക്ഷമായി. അത് അവരുടെ മേൽ പതിഞ്ഞു, അവരുടെ മേൽ വീണു, അത് അവരുടെ മേൽ കയറി, അത് അവരുടെ മേൽ ഇരുന്നു, അത് അവരുടെ മേൽ ആവസിച്ചു. ഹല്ലേലൂയ. പുതുനിയമത്തിന്റെ ശക്തി മനസ്സിലാക്കണം മക്കളെ. യേശു എന്ന നാമത്തിൽ വിശ്വസിക്കുന്നവന്റെ മേൽ ദൈവാത്മാവ് ഇരിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ആലയമാണ് നീ ദൈവത്തിന്റെ മന്ദിരമാണ്. നിന്റെ ശരീരം ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ആലയമായിട്ടാണ്. അതിനകത്ത് വേണ്ട സമ്പന്നത ദൈവം വെച്ചിരിക്കുന്നു. അതിനകത്ത് ഒരു കുറവുമില്ലാതെ എല്ലാം നിറച്ചിരിക്കുന്നു. എന്നിട്ടും നമ്മൾ പറയുന്നു അയ്യോ അതില്ല ഇതില്ല ഇതില്ല എന്നൊക്കെ പറയുക. പിന്നെ തന്നെ ശലോമൻ നിലവിളിച്ച് പറയുന്നുണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടും അവൻ ലോകത്തിന്റെ സമ്പത്തിലേക്ക് നോക്കാൻ തുടങ്ങിയപ്പോ, കണ്ണു വെക്കാൻ തുടങ്ങിയപ്പോ യെരൂശലേം ദേവാലയം 12 അടിയേക്ക് മറ്റത് 18 അടിയായി മാറി. ഹല്ലേലൂയ. ശേബരാജിക്ക് വരുമ്പോ ഞാനും വിളമ്പി ഞാൻ അറിവ് കിട്ടണമെന്നുള്ള അതൊന്നും പറയണ്ട കേട്ടോ. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. മക്കളെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കർത്താവെ നിന്നെ അറിയുന്നതിലായിരിക്കും കുറവ്. യേശു പറഞ്ഞു ദൈവ വിഷയമായി സമ്പന്നനാകാതെ സ്വർഗത്തെ കുറിച്ച് നീ അറിയാതെ ഇങ്ങനെ സ്വർഗത്തിൽ പോകുന്നു. എനിക്ക് പറഞ്ഞ മറ്റേ പാട്ടില്ലേ അല്ലെങ്കിൽ വേറെ പാട്ടുണ്ടോ കാഹളനാദം കേൾക്കും വിശുദ്ധർ എഴുന്നേറ്റ് പോകും. നിനക്ക് എഴുന്നേറ്റുണ്ട്. ആമേൻ. ചില പാട്ടുകൾ പാടരുതെന്നാണ് ചില കാരണങ്ങൾ പറയുന്നത്. പാടിയാതെ സംഭവിക്കും. പാടാൻ ആ പാട്ടുണ്ടാക്കിയിരിക്കുന്നത്. ആ പാട്ട് പാടി പഠിക്കണം. ആശ്വാസം കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സമയം മരണപ്പാട്ടാണ്. എന്ത് മരണപ്പാട്ട്? ആമേൻ. ദുഃഖത്തിന്റെ ഭാരമാത്രം വിടരുത്. ചില ആൾക്കാർ പോയത് കൊണ്ടുള്ള സന്തോഷത്തിലല്ലേ ആ പാട്ട് പാടുന്നത്. 99 വയസ്സുള്ള ഒരു അപ്പച്ചൻ മരിച്ചതുകൊണ്ട് നമ്മൾ ആ പാട്ടുണ്ട് കരുതിക്കുവാൻ പറഞ്ഞു. സന്തോഷത്തോടെ ദുഃഖത്തിന്റെ ആലയമായി പണിയപ്പെടുക, ദൈവത്തിൽ വസിക്കാൻ തക്കവണ്ണം
ദൈവത്തിന്റെ ആത്മാവ് ഇരിപ്പാൻ തക്കവണ്ണം വിശ്വസിക്കുന്നവരോട് പറയുന്നു ഒരു പണി നടത്താം. ഈ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ കേട്ടോ. ഇത് വായിച്ചു അതിന്റെ 2 വാക്യങ്ങൾ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആ വാക്ക് പറഞ്ഞിട്ട് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആമേൻ. ശലോമോന്റെ ആലയത്തിൽ ഷെഖേന ഇറങ്ങിയപ്പോ ആരുടെയെങ്കിലും മേൽ അത് പതിഞ്ഞോ? ഇല്ല. ആരെങ്കിലും അതിനെ തൊടാൻ സാധിച്ചോ? ഇല്ല. അതിനകത്ത് പ്രവേശിക്കാൻ സാധിച്ചോ? ഇല്ല. എന്നാൽ യേശുവിന്റെ യാഗം നിമിത്തം യേശുവിന്റെ പാപങ്ങളെ മോചിച്ചു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അവനായി കാത്തിരുന്നവരുടെ മേൽ ആത്മാവ് പതിഞ്ഞു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആവസിച്ചു. അതെങ്ങനെ വന്നു എന്ന് പോലും എഴുതിയിട്ടുണ്ട്. അവൻ ഇരുന്ന ഇടം മുഴുവനും അത് നിറച്ചു. ഹല്ലേലൂയ. ദൈവത്തിലെ ഇന്ന് പുതുനിയമ സഭയിൽ സഭ എന്ന വെളിപ്പാട് മനസ്സിൽ സ്വീകരിച്ചവരോട് പറയുന്നു, നീ കാണുന്ന ഈ ലോകത്തിലെ സംഘടനകളല്ല സഭ. എന്റെ പേര് CSI ഭരണശേഷം ചോദിക്കും, ആരിലും പോയി കപ്പലിൽ പോയവരുടെ കയ്യിലേക്ക് കപ്പൽ താഴ്ന്നതുകൊണ്ടായിക്കൂടി എത്ര വലിയൊരു കാട്ടിൽ അഴിയുമ്പോഴും വലിയ കണ്ണോട്ടി ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മാറേണ്ടി. അയ്യോ, നീ എവിടെയായാലും എന്ത് നിത്യതയുടെ ഇമ്പോർട്ടൻസ്, നിത്യജീവനല്ലേ ഇമ്പോർട്ടൻസ്. ഹല്ലേലൂയ. ആമേൻ. അവരുടെ മേൽ പതിഞ്ഞു. അവർക്ക് തൊടാൻ പറ്റി, അവരെ തൊട്ടു. ആലയം പണി രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. വായിച്ചോളൂ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആ വാക്യങ്ങളിൽ പറഞ്ഞ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ ആയി. ആ എല്ലാവരും ആരൊക്കെയാണെന്ന് അറിയാമോ? അതിന്റെ 1-ാം അധ്യായത്തിൽ എത്ര പേര് എഴുതിയിട്ടുണ്ട്? ഏകദേശം 120 പേരടങ്ങുന്ന ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ. അത് എത്ര വാക്യം? 15. ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ മതി. അത്ര മതി. അവരുടെ മേൽ 10. അതിന്റെ ബാക്കി വായിക്കും. 2-ന്റെ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ ആലയത്തിനകത്ത് ദൈവസാന്നിധ്യം ഉണ്ടെന്ന് തെളിവായി വരത്തക്കവണ്ണം ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെട്ടു വരും. അതിൽ ഒരു ഫലമാണ് അന്യഭാഷ. അതൊരു വരമാണ്, അതൊരു അടയാളമാണ്. ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെട്ടു വരുന്നത് പോലെ അവരുടെ അകത്ത് ദൈവം തന്നെ വെളിപ്പെടുത്തുവാൻ തുടങ്ങി, തന്നെ താൻ വെളിപ്പെടുത്തുവാൻ തുടങ്ങി. ആമേൻ. വിളിക്കുന്ന ഓരോ വ്യക്തിയോടും പറയുന്നു, പരിശുദ്ധാത്മാവ് ഉള്ളവരോട് പറയുന്നു, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരോട് പറയുന്നു, പരിശുദ്ധാത്മാവിനെ കൊതിക്കുന്നവരോട് പറയുന്നു, ദൈവം നിന്നെ ആലയമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നു. കൈപ്പിടി എല്ലാത്തൊരു ആലയമായി നിന്നെ മാറ്റുവാൻ നീ ദൈവത്തിന്റെ മന്ദിരമെന്ന് അറിയുക. ആമേൻ. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളും. നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകം നേരത്തെ വായിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ശലോമോൻ ആലയം പണിയുമ്പോ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും വലിയൊരു ജനസാഗരം യെരൂശലേം ദേവാലയത്തിന്റെ മുമ്പിൽ കൂടി. അവിടെ നടക്കുന്ന മഹാപ്രതിഷ്ഠ കാണുവാൻ, ആലയ പ്രതിഷ്ഠ കാണുവാൻ ലോകത്തിന്റെ അറ്റങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നു. ഹല്ലേലൂയ. ഇവിടുത്തെ സ്വർണ്ണത്തിന്റെ സമ്പത്ത് കണ്ട് അവർ കണ്ണു മഞ്ഞളിച്ചു പോയി. ഇങ്ങനെ ഒരു ആലയമുണ്ടോ? അത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. അതുപോലെ ഒരു ആലയം അവിടെയോ ഇവിടെയോ പറഞ്ഞുപോലും കേട്ടിട്ടില്ലായിരുന്നു. അളവുകൾ കൃത്യമായി, തൂണുകൾ കൃത്യമായി സ്വർഗത്തിന്റെ ദൈവം പറഞ്ഞു കൊടുത്തതനുസരിച്ച് ശലോമോൻ പണി വെച്ചു. ഒന്നിനും കുറവില്ലായിരുന്നു. തക്ക സമയത്ത് അതിൽ കൊണ്ടുവരേണ്ട ആളുകളെ, പണിക്കാരെ, ഇന്നത് ചെയ്യേണ്ടവരെ എല്ലാം കൊണ്ട് ലോകത്തിന്റെ അത്ഭുതമായി മധ്യഭാഗത്ത് യെരൂശലേം ദേവാലയം പണിതുവച്ചു.
അതേ യെരൂശലേം ദേവാലയത്തിന്റെ തൊട്ടപ്പുറേ ഒരു ചെറിയ മാളിക മുറിയിൽ കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങി. ആമേൻ. കൈപ്പടിയായ ശലോമ, നീ പണിത ആലയം വേണ്ട, ദാവീദേ നീ മുമ്പിലൊന്നും വേണ്ട, എന്റെ പുത്രന്റെ രക്തം കൊണ്ട് ഞാൻ സമ്പാദിച്ച സഭയുടെ മേൽ എന്റെ ആലയത്തെ ഞാൻ നിറക്കും, എന്റെ ആലയത്തെ ഞാൻ പണിയും, എന്റെ ആലയമായി എന്നെ തിരഞ്ഞെടുക്കും. ഹല്ലേലൂയ. നമ്മൾ ഈ കാണുന്നത് പോലെ സംഘടനകൾ, ആഗോള സഭ, CSI സഭ, മർത്തോമ സഭ, പെന്തക്കോസ്ത് സഭ, പരിശുദ്ധാത്മ സഭ, ഒറ്റ സഭയുള്ളൂ. സഭയാക്കപ്പെട്ടവന് ആ ചിന്ത പോലും വരത്തില്ല. ഈ അടുത്ത കാലത്ത് ഒരാളുടെ അടക്ക ശുശ്രൂഷ കണ്ടിട്ട് ഒരാളെന്ന് പറയുകയാണെ, ആദ്യം വന്ന് BMS നടത്തിയെന്ന് പറഞ്ഞു. BMS എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, ഏതൊരു സംഘടന. രണ്ടാമത് മാർത്തോമാക്കാർ നടത്തിയത്, മൂന്നാമത് പെന്തക്കോസ്തുകാർ നടത്തിയത്. അപ്പൊ കണ്ടു നിന്ന് സാമാന്യ ജനം ചോദിക്കുക, ആരുടെ ആളാണ് ഈ കിടക്കുക? പറഞ്ഞിട്ടും എനിക്ക് തോന്നിയത് ആരുടെ ആളാണ്? 3 ശരിയല്ല, ഏതോ ഒന്നാ ശരി. ഇനി 3 തെറ്റാണെങ്കിലും ഇത് ശരിയാണ്. ദൈവമക്കളെ, സഭയിലാണ് ദൈവത്തിന്റെ അവയവമായി മാറ്റപ്പെട്ട സഭയാണ് ആലയം. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ അവയവങ്ങളിൽ അത്രേ, സഭയിൽ അത്രേ. ദൈവം വസിപ്പാൻ തിരഞ്ഞെടുത്തത് എന്റെ അത്രേ. ഇതിന് ഞാൻ ഇട്ടേ എന്ന് പറഞ്ഞാൽ കാര്യമാണ്. നമ്മള് വായിച്ചു സമയത്ത് ഈ ആലയത്തിനകത്തുണ്ടാക്കിയ ഈ പലിശകളും അതിനകത്ത് വെച്ചതെല്ലാം സ്വർണ്ണം, കയറി വരുന്നത് സ്വർണം, പോകുമ്പോ സ്വർണം, സ്വർണ്ണം ചൂണ്ടി സ്വച്ഛസ്ഫടിക തുല്യമായ തങ്കനിർമ്മിതമായതൊക്കെ വെച്ച്, തങ്കം കൊണ്ടൊക്കെ പണിത് വെച്ചു. ശലോമോന്റെ സിംഹാസനം പോലും സിംഹാസനം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ്. അതെ, ഇതെല്ലാം ഉണ്ടോ? അത് ശലോമോന്റെ ആലയം അവിടെ ഇരിക്കട്ടെ. ദൈവത്തിന്റെ ആലയം സ്വർണത്തെക്കാൾ ശ്രേഷ്ഠം എന്റെ ഉള്ളിലില്ലേ? തങ്കത്തെക്കാൾ ശ്രേഷ്ഠം എന്റെ ഉള്ളിലില്ലേ? അതെ, ഇനി അത് തീരുതി കഴിക്കണമോ? ആത്മാവിനെ നീ പരിശോധിക്കരുത്, ആത്മാവിനെ നീ പരീക്ഷിക്കരുത്, ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ? ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആമേൻ. വായിക്കാം 66 ഭാഗം. യെശയ്യാ 66 ഒന്ന്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാണ്. ഭൂമി എന്റെ പാദപീഠം. അടുത്തത്, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? ഈ യെശയ്യാവിന്റെ കാലം വരുമ്പോ ശലോമോന്റെ ആലയം പണിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് കർത്താവ് പറയാണ്, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം. ആലയം, ആ വാക്ക് എല്ലാവരും പറഞ്ഞിട്ടെ. എന്റെ വീട്ടിൽ കർത്താവായ യേശു വരെയാണ്. യേശുവിനെ ഞാൻ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ പോകും. കർത്താവിന് വരെ പ്രതിഷ്ഠിച്ചാൽ നിങ്ങളൊന്നും ആരും ചിന്തിക്കരുത്. ഈ യേശു എന്റെ വീട്ടിൽ വിരുന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ പറയും, ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ കരുതിക്കൊള്ളു. നമുക്ക് പിന്നെ ഗുണകരമായ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് നോക്കും. യേശു വരുന്നത് ഇങ്ങനെ വരുള്ളൂ. നിങ്ങൾ നോക്കുമ്പോ ഒരു സത്യവേദ പുസ്തകം ഇങ്ങനെ നടന്നു വരും. ഇതൊക്കെ ആർക്ക് വേണം? 9 എന്റെ അലമാരയിൽ ഇരിപ്പുണ്ടെന്ന് പറയും യേശുവേ. ഇതിപ്പോ ഗബ്രിയേൽ പിടിച്ചോണ്ട് വന്നാലും കയ്യിൽ സത്യവേദ പുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയല്ല. ആരും ഉണ്ടാതിരിക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലാവും. ഇനി ഈ കയ്യിൽ വാളുമായിട്ട് തന്നെ പത്രോസ് വന്നാലും നമ്മളെന്ത് പറയും? ഏതോ ഒരു പാസ്റ്റർ കയറി വരും, പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, എനിക്ക് ബസ്സിൽ പോകാൻ സമയമായി, ഇവിടെ പാസ്പോർട്ട് എവിടെ പോലെ മനസ്സിലാക്കി കരവൃത്യ.
അപ്പൊ നമ്മൾ പറയും യേശു വന്ന. യെരൂശലേം ദേവാലയത്തിനകത്ത് യേശു കയറി വന്നിട്ട് അവർ അറിഞ്ഞില്ല, മഹാപുരോഹിതൻ അറിഞ്ഞില്ല. യേശു ചാട്ടം പിടിച്ചോണ്ടിരിക്കുമ്പോഴും അവരെന്ത് ചെയ്യുന്നില്ല. ഏതോ ഒരു പ്രാന്തം എന്ത് ചെയ്തു, കയറി പിടിക്കും. ശെഖേല ഇറങ്ങുന്ന സ്ഥലത്ത് യാഗം കഴിക്കേണ്ടുന്ന ആടിന്റെ ദശത്തിൽ നോക്കുകയാണ് മഹാപുരോഹിതൻ. കാണിക്ക വയ്ക്കേണ്ടുന്ന നാണയത്തുക്കളുടെ എടുക്കൊണ്ടിരിക്കുക, അവന്റെ ശക്തി. ഇതെല്ലാം നീക്കുമ്പോ യേശു അതിന്റെ മുമ്പിൽ ഉലാവുന്നു, പക്ഷേ ജനം അറിയുന്നില്ല. ആത്മാവുള്ളവർ കർത്താവ് കയറി വന്നാൽ അറിയും. ആത്മാവുള്ളവർ കാഹളം ധ്വനിക്കുമ്പോൾ അറിയും. കാലം കഴിയും, നേരം പുലരും, കാഹളനാദം കാതിൽ കേട്ടിടും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. ഒരുങ്ങിടുക തിരുസഭയെ, മണവാളനെ എതിരേൽക്കുവാൻ. ഈ ശബ്ദം കേൾക്കാൻ എങ്ങനെ പോകും? തിരിച്ചറിയാതെ എങ്ങനെ പോകും? എന്റെ ചോദ്യം ഇതാണ് സഹോദരങ്ങളെ. ശലോമോനെ ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട് എല്ലാ സമ്പത്തും വെച്ച് ആലയം പണിതു. എന്നാൽ നമ്മളെ നോക്കുമ്പോഴൊക്കെ ഉണക്ക ചുരുളം കൊണ്ടിരിക്കുന്ന നമ്മളെ നോക്കിയിട്ട് പറയുക, നിന്നെ ഞാൻ എന്റെ ആലയമായി തെരഞ്ഞെടുത്തു. അപ്പൊ നീ പറയും, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. എന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഒന്നുമില്ലെന്ന് സമ്മതിക്കോ? നിന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് എനിക്കറിയാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാനാണ് വന്നിരിക്കുന്നത്, പക്ഷെ നിന്റെ കയ്യിൽ ഒന്നുമില്ല, നീ സമ്മതിക്കോ? എന്റെ കയ്യിൽ അത്യാവശ്യം, നീ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ ഒന്നുമില്ലെങ്കിൽ ഞാൻ നല്ല പഠിപ്പിച്ചാണ്, നല്ലൊരു ജോലി, അല്ലെങ്കിൽ ഞാൻ ശമ്പളം വായിച്ച് ഞാൻ എന്റെ കുടുംബം ഇങ്ങനെ പറയുന്നുണ്ട്. കർത്താവിനെ ശിക്ഷിക്കരുത്, പൊട്ടന്മാരെ കുട്ടികളെ അതൊക്കെ വിട്ട് ഒന്നുമില്ലാത്തതിനെ കുറിക്കുന്ന വല്ലതും കർത്താവ് നടത്തുന്നു. ആദ്യം ആലയമായിട്ട് ഒടുക്കി കൊടുത്താൽ ചോദിച്ചതിലും മികച്ചതിലും അത്യന്തം ബലമായി അവൻ തന്നെ ഉയർത്തും. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഒറ്റയ്ക്കായി പോകുന്നില്ല, കർത്താവ് ഉണ്ടാവും. കർത്താവിന്റെ ആലയത്തിലൊക്കെ എന്തിനും കുറവ്. ഭക്ഷണമില്ലേ? അറിയണ്ട. ഹല്ലേലൂയ. വസ്ത്രമില്ലെന്ന് ഒരുത്തനും കർത്താവിന്റെ ആത്മാവിനെ പ്രാപിച്ചവൻ തുണിയില്ലാതെ നടക്കുന്നത് കണ്ടിട്ടില്ല. കീറ തുണിയിൽ കൊണ്ട് പത്രോസ് നടന്നു പോകുന്നു. ആരും പറയരുത്. കീറ തുണിയിൽ കൊണ്ട് ജീവൻ നടന്നു പോകുന്നു പറയരുത്. കിടപ്പാടം ഇല്ലാതെ റോഡിലാണ് കിടക്കുന്നത് പറയരുത്. ദൈവം അവന് പാർപ്പിടമൊരുക്കും, ദൈവം അവന് വസ്ത്രമൊരുക്കും, ദൈവം അവന് അന്നമൊരുക്കും. എന്റെ ആത്മാവുള്ള പുരുഷൻ ശക്തിയുള്ളവൻ. എന്റെ ആലയെ നോക്കുകുത്തിയല്ലെന്ന് ആത്മാവ് പറയുന്നു. എന്റെ ആലയം ബലഹീനമല്ലെന്ന് കർത്താവ് പറയുന്നു. ചിലർ കർത്താവിനെ പ്രാപിച്ചിട്ടും വിഷക്കാരെ പോലെ നടക്കുന്നല്ലോ, നെരുങ്ങി നടക്കുന്നല്ലോ, സങ്കടപ്പെടുന്നല്ലോ, നിരാശപ്പെടുന്നല്ലോ. നമുക്ക് നോക്കാം. പൈസ നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത്? എന്റെ വിശ്രാമ സ്ഥലം ഏത്? ഞാനൊരു വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഈ ചോദ്യം ചോദിച്ചത് മനുഷ്യരോടാണോ സ്വർഗത്തിലെ മിഖായനോടാണോ? മനുഷ്യരോടല്ലേ? കർത്താവ് ചോദിക്കുകയാണ്. നമ്മൾ പറയുന്നത് കർത്താവിന് ഒരു സ്വസ്ഥതയില്ല. വീട്ടിൽ കയറിയാൽ സ്വസ്ഥതയില്ല, ജോലി സ്ഥലത്ത് പോയാൽ സ്വസ്ഥതയില്ല, അവിടെ പോയ സ്വസ്ഥതയില്ല, ഇവിടെ പോയതൊക്കെ നമ്മൾ പറയണം. കർത്താവ് പറയാണ്, എന്റെ സമാധാനം ഞാൻ നിനക്ക് തന്നിട്ട് പോവാണ്. എന്നിട്ട് പറയാണ്, ഞാൻ വിശ്രമിക്കാൻ പറ്റാതാണ്. മനസ്സിലാവുക? എന്നൊരു ചോദ്യം. നമ്മൾ കഷ്ടപ്പാടിൽ ഞെരുങ്ങി നടക്കുമ്പോ ഞങ്ങളുടെ കൂടെ വന്ന് നിനക്ക് പട്ടിണിയാവുകയെ. നീ ആലയം പണിയ ആ വിശ്രാമത്തിലേക്ക് അവൻ എഴുന്നള്ളി വരും. രാജാവ് വരുമ്പോ രാജാവിന്റെ കൂടെ കോലാഹലം ഉണ്ടാകും. രാജാവ് സ്വർഗം വിട്ടിറങ്ങി വരുമ്പോ, രാജ്യത്വമായി വരുമ്പോ സർവ സൈന്യം കൂടെ ഉണ്ടാവും. ഇതാ മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ആറാം മഹത്വത്തിന്റെ രാജാവ്. സൈന്യങ്ങളുടെ യഹോവ തന്നെ.
ഈ കർത്താവ് ഇറങ്ങി എന്റെ വീട്ടിൽ വരുമ്പോൾ വികാരങ്ങൾ മേടിക്കാൻ പറ്റുമോ? നമ്മളാണെങ്കിൽ ചേട്ടൻ വീട്ടിലുണ്ടോ? ഇന്ന് രാവിലെ പോയതാ. നിങ്ങളാരാ? കാവൽക്കാർ. ഞാൻ ഇവിടെ നോക്കുക എപ്പോ വരും, സാറപ്പോ വരും അറിയില്ല. സൈന്യങ്ങളുടെ യഹോവ ആലയം നോക്കുവാൻ ഇറങ്ങുന്നു, സർവസൈന്യം കൂടെ വരും. യഹെസ്കേൽ പുസ്തകം 1, 2, 3 വായിച്ചു നോക്ക്. കെരൂബുകൾ ഇറങ്ങി വരും. ഹല്ലേലൂയ. ആലയത്തിനകത്ത് കെരൂബുകൾ പറക്കുന്ന ശബ്ദം. യെശയ്യാ 6 സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 തന്നെ. രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് മുഖം മൂടി ഒരുത്തനോട് ഇങ്ങനെ പറഞ്ഞു, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 തന്നെ. എപ്പോഴെന്നറിയോ? ഉസിയാ രാജാവ് മരിച്ച വർഷം. അവരിത് പോകുന്നില്ല, കൊള്ളുകയല്ല, ചിലത് കൊള്ളുകയല്ല. അതുകൊണ്ട് പറയുന്നു, ആലയം പണിയായി നിന്നെ തിരഞ്ഞെടുത്തുവെങ്കിൽ, ആലയത്തിനായി തിരഞ്ഞെടുത്തുവെങ്കിൽ പണിയുണ്ട്, പണി നടക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെ പണി നടക്കുന്നു അറിയാമോ? ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോ നരേന്ദ്രമോദി നാളെ ഇവിടെ വന്നു വെച്ചു, ഇവിടെ ഒരു പട്ടത്തൂരാണെന്ന് വെച്ചു. എത്ര ദിവസത്തിന് മുമ്പേ അന്വേഷണ സംഘം വരുന്നു? എല്ലാ കെട്ടിടങ്ങളും അവരെ അന്വേഷിക്കുകയോ അന്വേഷിക്കും. അപ്പൊ വഴി കൊടുത്ത ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുകയാണ്. വൃത്തിമായി അവരെ അനുവദിക്കും. പെടാതെ അപ്പൊ ചിലർ പറയും, എന്റെ കടയാണ്, ഞാൻ തുറന്നു വയ്ക്കും, നടക്കും. ചിലർ പറയണം, വണ്ടി ഞാൻ മാറ്റില്ല, ഞാന് 10 ലക്ഷം കൊടുത്ത് വായിച്ചില്ല, മാറ്റണ്ട, അത് അവർ പൊക്കി മാറ്റിക്കൊള്ളും. വരുന്നത് മനുഷ്യൻ. പക്ഷെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരുക്കം നടക്കുന്നത് പോലെ കാത്തിരുന്നവരുടെ പേര് ഇറങ്ങി വന്ന ആത്മാവ്, ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഒറ്റയ്ക്കല്ല, സ്വർഗത്തിലെ സർവ്വ സൈന്യങ്ങളുടെയും കർത്താവായ യഹോവ വരുമ്പോ അവന് മുമ്പ് ദൂതന്മാർ വന്നു, അവന് മുമ്പ് ദൂതസഞ്ചയം എന്ന് തന്നെ നോക്കി കർത്താവിന്റെ വചനം കേട്ട് വിശ്വസിച്ചവരുടെ പേര് സ്വർഗം ഇറങ്ങി വന്നതത്രേ. അഭിഷേകം നിരത്തുന്ന ഇപ്പോ ഇങ്ങനെ മോദി ഇവിടെ അല്ല പട്ടം ഇവരുടെ സ്കൂളിൽ 8ാം ക്ലാസ്, നേരത്തെ പറഞ്ഞ 8ാം ക്ലാസ്സിലാണെന്നിരിക്കും. 8ാം ക്ലാസ്സിൽ പുതിയതായ ഒരു ബെഞ്ചും നരച്ച ഒരു കസേരയും കിടക്കുന്നു. കൂടുതല് വന്നവർ പറയും മൊത്തം മാറ്റി പറയും. അത് പിന്നെ ഇവർക്ക് ഒരു കാണാൻ കൊടുക്കാറില്ല. ഇതിന്റെ ഈ കെട്ടിടത്തിന്റെ സൈഡിൽ എടുത്ത് വെക്കുന്ന ആരും കരുതൽ, ഒന്നുകിൽ ചുട്ടുകളയും അല്ലെങ്കിൽ അതിനെ പൊടിച്ച് യോഗ്യതയ്ക്ക് ഒത്തവണ്ണം നല്ലതൊക്കെ വയ്ക്കും. പരിസരം വൃത്തിയാക്കും. ഇതെല്ലാം ദൂതന്മാർ ചെയ്യുന്നത് പോലെ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ വസിപ്പാനായി തിരഞ്ഞെടുക്കുമ്പോ എങ്ങനെ ഒരുക്കി കൊടുക്കും എന്റെ ഹൃദയം. അപ്പൊ എങ്ങനെ ഞാൻ ഒരുക്കും, എന്ത് തന്നൊരുക്കും. അപ്പോൾ എന്റെ കയ്യിൽ പൈസ ഇല്ല, നിലവിളക്ക് വാങ്ങിക്കും. ആര് പറഞ്ഞു നിലവിളക്ക്? കപ്പപ്പഴം വാങ്ങിക്കാൻ പൈസ ഇല്ല. കപ്പപ്പഴം ഞാനല്ലേ വരുന്നത്, ഞാൻ വരുന്നുണ്ട്, അതെല്ലാം അവിടെ ഉണ്ട്. നിനക്ക് ഒന്നുമില്ലല്ലോ, അതാ ഞാൻ തന്നെ തിരഞ്ഞെടുത്തേ. ഈ ദമസ്കസിലേക്ക് പോകുന്ന പൗലോസിനെ കണ്ടു കഴിഞ്ഞാൽ പേരപ്പോ ഷൗലെന്നാണ്. ഷൗൽ കുതിരപ്പുറത്ത് കയറി പോകുമ്പോ നല്ല പോക്കാം. പക്ഷെ ഈ വെളിച്ചടിച്ചപ്പോ കാഴ്ച 3 ദിവസത്തെ ഫാസ്റ്റ്. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ശവത്തെ കാണാൻ ഒന്നും ഇല്ലാത്തവരായിട്ടാണ് പിന്നെ ശൗര്യ പറയുന്നത്, ഞാൻ എല്ലാം ചപ്പും ഷവറുമായിട്ട് കുതിരയും ചപ്പ് അല്ല വാസ്തു, അത് ചവറാണ്. ഹല്ലേലൂയ. കിട്ടേണ്ടവരെ കിട്ടിയപ്പോ കാണേണ്ടവരെ കണ്ടപ്പോ സകലതും ചപ്പും ചവറുമായി. സഭയെ വിശ്വസിക്കുന്നവരോട് പറയുന്നു, നീ കർത്താവിനെ കണ്ടു എങ്കിൽ ലോകത്തെ ചപ്പും ചവറുമായി എണ്ണേണ്ടതിന് നിന്റെ ഹൃദയം എന്ന ആലയം ഒരുക്കി കൊടുക്കുക. ആമേൻ. വരുന്നത് മഹത്വത്തിന്റെ രാജാവ്. 24-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ആരായി മഹത്വത്തിന്റെ രാജാവ്, യുദ്ധവീരൻ. യെശയ്യാ 9:6 പറയുന്നു, അത്ഭുതമന്ത്രി, വീരനാം ദൈവം. അല്ലാതെ പുണ്യ യേശുവല്ല.
ഒരു ശിശു ജനിച്ചിരിക്കുന്ന ഉണ്ണി യേശുവിനെ ഉണ്ടായി നടക്കുകയാണ്. വരുന്നവനാരാ? അത്ഭുത മന്ത്രി നടന്നു വരുന്നു. ധീരനായ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്റെ ആലയത്തിനകത്തേക്ക് എഴുന്നള്ളി വരുന്നു. ഹല്ലേലൂയ. കർത്താവായി ഭരണത്തിനായി അവൻ എഴുന്നള്ളി വരുന്നു. വിശ്വസിക്കുന്നുണ്ട്. അതാ ഞാൻ തൊണ്ട കയറുമ്പോൾ പറയോ, വചനം ഈ പറഞ്ഞു പോലെ അഭിഷേകം പ്രാപിച്ചിട്ട് 4 അന്യഭാഷ, അതും ഞെക്കി തള്ളണം പറയണേ. ഹല്ലേലൂയ. നമുക്കൊരു ഡ്രം സെറ്റും കോറസൊന്നും ഇല്ലാത്ത പാവം കുടിച്ചെടുത്ത് പാടിട്ടു. ഹല്ലേലൂയ. ആമേൻ. അന്യഭാഷയിൽ ആരാധിക്കാം. നമുക്ക് അന്യഭാഷയിൽ ആരാധിക്കാം. ഹല്ലേലൂയ. സഹോദരന്മാരെ ആരാധിക്കാം. അന്യഭാഷ സഹോദരിമാരെ ഇങ്ങനെയുള്ള എന്തായാലും ആദ്യ സ്നേഹം ഉള്ളപ്പോൾ ആരും പറയേണ്ട ആരാധിക്കും. സ്നേഹം കുറയുമ്പോ, ദൈവസ്നേഹം കുറയുമ്പോൾ ആരാധനയൊക്കെ കുറയും. പിന്നെ എന്റെ ബുദ്ധി കൊണ്ടുള്ള പരിപാടിയാണ്. മറ്റൊരു ബുദ്ധി കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. സ്നേഹം കൊണ്ട് വരുമ്പോഴുണ്ട് അവന് ഒരു ഉത്തരവാദിത്വം വരും. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇപ്പോ ചില പണ്ടേ ഈ പഠിക്കുന്ന പിള്ളേരൊക്കെ ക്ലാസ്സിൽ കൂട്ടുകാർക്ക് വേണ്ടി എഴുതി കൊടുക്കുകയാണ്. ഇവരൊക്കെ കുട്ടികളാണെന്നിരിക്കട്ടെ, കുഞ്ഞിരിക്കുന്ന പിള്ളേരെ കൂട്ടുകാര്യം വേണ്ടി. അപ്പോ അമ്മ ചോദിക്കും, നീ ഉറങ്ങുന്നില്ലടാ. ശരിക്കും വാക്കാർക്ക് വേണ്ടിയില്ല, സ്നേഹത്താണ് എഴുതിക്കൊള്ളു. അതുകൊണ്ട് ചില പെൺപിള്ളേര് സഹോദരിക്ക് വേണ്ടി ഒരു പടം വരച്ചു കൊടുക്കല്ലേ. എങ്ങാണ്ടോ മോദി കലപ്പിച്ച് കിടക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് കാല് വെള്ളത്തിലേക്ക് വെച്ചിരുന്നില്ല. സ്നേഹം കാരണം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ ബുദ്ധി പറഞ്ഞത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലയം പണിയുടെ കാര്യം വരുമ്പോൾ മാത്രം പ്രശ്നം. നമ്മളെ ഓട്ടുക, ഉറക്കം, ക്ഷീണം, വയ്യ, പെറ്റ തള്ളമാരുന്ന മാനസാന്തരത്തിന്റെ കാര്യം സൈൻ ബോർഡുകളാണ്. ഈ ചത്തുപോകും, ചത്താൻ എന്താ കുഴപ്പം? നീ സ്വർഗരാജ്യത്തിൽ പോവുകയല്ല, അത് ചെയ്താൽ അതെന്താ കുഴപ്പം? ആരും ഇവിടെ പോലും ഇതൊക്കെയുള്ള ചോദ്യങ്ങൾ. ഹല്ലേലൂയ. കർത്താവ് രാജാവായി വരുന്ന വചനമായിട്ടാണ് വിശ്വസിച്ചോളൂ. ആമേൻ. അടുത്ത വാക്യം. എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കും. എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കും. എത്ര പേർ വിശ്വസിക്കും എന്നെ ഉണ്ടാക്കിയത് ദൈവമാണെന്ന്? എനിക്ക് 139 സങ്കീർത്തനം വായിച്ചാൽ തന്നെ എഴുതിയിട്ടുണ്ട്. നിന്നെ മെനഞ്ഞതാകാ കർത്താവ് ഉണ്ടാക്കിയിട്ടും ആദ്യം എഴുതിപ്പോയി, ഹൗവ എഴുതിയിട്ട് പിന്നാലും എഴുതിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴാണ് കർത്താവ് എന്റെ ജീവിതത്തിലേക്ക് വന്നത്, അപ്പോഴേക്കും ഞാൻ വഴിമാറി. എന്റെ മാറ്റങ്ങൾ സംഭവിച്ചു. ഞാനൊരു അത്ഭുത വിഷയമായി മാറി. എനിക്ക് എന്നെ നോക്കുമ്പോ തോന്നും ശുദ്ധ പരാജയത. പക്ഷെ എന്നെ നോക്കിയിട്ട് കർത്താവ് പറയും, നീ പരാജയപ്പെടുന്നവർ നീ ജയാളിയായി മാറുകയാണ്. നീ താഴ്ന്നു പോകുന്നവർ നീ എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ. നിന്നില്ല എന്ന് പറയുമ്പോഴും തരുമാനങ്ങൾ നിറവുണ്ട്. നീ ആദ്യം രാജ്യവും നീതിയും ശരിയോടെ നേരവണ്ണം ആലയത്തിനകത്ത് കർത്താവ് വരാനായിട്ട് ഒരു ഒരുക്കം നടക്കട്ടെ. നമ്മളിപ്പോഴും ഒരുക്കണ എപ്പോഴും അറിയോ, കാലം കഴിയും എന്നോ ഒരിക്കൽ അവൻ വരും. അപ്പൊ നമുക്കറിയാം ഇന്ന് എന്തായാലും വരില്ലെന്ന് അറിയാം. അതുകൊണ്ട് ഇന്നൊരു കണ്ടം ഈ മണ്ഡലത്തിലോട്ടല്ലേ ഇരിക്കുന്നത്. നമ്മുടെ സമയം നാളെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. ചിലർ എനിക്ക് ചെക്കോസ്ലോവാക്യയിൽ പോകണം ഈ വാഗ്ദത്തം കിടക്കുന്നത് കൊണ്ട് എന്തായാലും വിസ അടിച്ച് സ്റ്റാമ്പ് അടിച്ച് സമയം കിടക്കുന്നത് പിന്നീടായിരിക്കും കർത്താവ്. ചിലർ പറയും ഇതൊക്കെ രക്ഷിക്കപ്പെട്ടാൽ ജാതകം കളയുകയല്ല. ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് 86 വയസ്സ് ശേഷം ചിന്തിയ. അത് പിടിച്ചോണ്ടിരിക്കും. യേശു പക്ഷെ ആ കടിയാൻ പറഞ്ഞത് ഞാൻ എന്നെ യോഗ്യത ഉണ്ടാക്കിയത്. അടുത്ത കരം കൊടുത്ത് പറയും, നീ അല്ല യേശുവാണ് തന്നെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അഹങ്കരിക്കരുത്. അതുകൊണ്ട് പറയാം, അതുകൊണ്ട് നീ വിളിക്കരുത്. ഇതിൽ കൊള്ളാത്തതിനെ കണ്ടു കഴിഞ്ഞാൽ കൊള്ളാത്തതിനെ കണ്ടു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പറയേണ്ടത് ഒന്നും പറയാം. ഇത്തിരി ആരോഗ്യമുള്ളതിന് ആരോഗ്യമില്ലാത്തതിനെ കണ്ട, ചാടാൻ കഴിവുള്ളവന് ചാടാൻ കഴിയാത്തതിനെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഓട്ടക്കാരൻ ഓടാൻ കഴിയാത്തവനെ കാണുമ്പോൾ തോന്നും.
എന്നെപ്പോഴും മസിൽ കാണിച്ചു വരക്കും. എന്നെപ്പോഴും നമുക്ക് പിന്നെ കാണാം ഇവരുടെ ഫോട്ടോകളൊക്കെ. അതാണ് നിഗളിക്കരുത്. അടുത്ത കരകൊടുത്ത് പറയും നിഗളിക്കരുത്. ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി ഒന്ന് കയറി നിഗളിക്കരുത്. ദൈവമല്ലയോ നിന്നെ ഉണ്ടാക്കിയത്? ദൈവമല്ലയോ നിന്നെ ഉണ്ടാക്കിയത്? വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ നമ്മളെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ നിഗളിക്കുന്നത്. എത്ര മനസ്സിലായി? എന്റെ ഒരു ചേട്ടൻ വലിയ പോലീസിൽ ജോലി ചെയ്തു, കോൺസ്റ്റബിളായിട്ടാണ് ജോലി കിട്ടും. നമ്മള് ഈ ബാച്ചിൽ ആ പ്രായത്തിൽ അവനാണ്. പിന്നെ അവൻ വീട്ടിൽ വന്ന കാലം വീട്ടിയിരിക്കുന്നു. അത് വെറുതെ വീട്ടിലേക്കല്ല, അടുത്ത് കസേരയിൽ കൊണ്ടെങ്കിൽ കാലെടുത്ത് അതിന്റെ മേൽ കഴിച്ചിട്ടില്ല. 21 വയസ്സുണ്ടായിരുന്നു. നമ്മളെ അവരെ പോലെ എത്തിക്കണം. അപ്പൊ പറയുന്നത് ഇങ്ങനെയാണ്, ടെസ്റ്റിന് പോയി. ഏത് ടെസ്റ്റ്? നീ പോലീസ് ടെസ്റ്റ് എഴുതുന്നില്ലേ? ഇപ്പൊ ദൈവത്തിലെ ഈ കർത്താവിന്റെ വേലയിൽ ഒന്ന് തിരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ആമേൻ. വായിക്കരുത്. എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളിച്ചെയ്യും. എങ്കിലും അരിഷ്ടന്, മനസ്സ് തകർന്നവൻ, എങ്കിലും വായിച്ചാൽ എന്റെ കൈ ഇതൊക്കെയും എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി. എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി. സമ്മതിക്കുന്നുണ്ടോ? സമ്മതിക്കുന്നുണ്ടോ? സമ്മതിക്കുന്നുണ്ട് സാർ. കർത്താവിന്റെ കരമാണ്. ഈ ചുവരിലെങ്കിലും ചിത്രം എഴുതാൻ പറ്റും. ഈ ഭൂമിയില് ഞാൻ കൊടുത്തില്ലെങ്കിൽ ഉണ്ടാവും. നമ്മൾ ഇവിടുന്ന് ഒരു ആടിനെ അഴിച്ചു, എന്റെ വീട്ടിൽ നിൽക്കുക. ചില പട്ടികൾ വരും, 12 മാസം കഴിഞ്ഞിട്ട് അവിടെ എത്തണേ. ബുദ്ധി നമ്മൾ ബുദ്ധിയുടെ വേദനത്തില്ലേ? നമ്മൾ ദൈവമാണ് സകലത്തെ ഉണ്ടാക്കിയ. സമ്മതിക്കും. ബുദ്ധി തന്നത് ദൈവമാണ്. സമ്മതിക്കും. ജ്ഞാനം തന്നത് ദൈവമാണ്. സമ്മതിക്കും. ആമേൻ. അടുത്ത്, എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളിച്ചെയ്യും. എങ്കിലും അരിഷ്ടനും, അരിഷ്ടൻ അരിഷ്ടൻ, മനസ്സ് തകർന്നവനും, എന്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവരുമായ 3 കാര്യം പറയണ. അരിഷ്ടം, വല്ലാത്തൊരു അരിഷ്ട ജീവിതം. അപ്പോഴത് യേശുവിനെ കുറിച്ച് കേട്ട വല്ലാത്ത നിരാശയിലുള്ള യേശുവിനെ കുറിച്ച് കേട്ടു. വിശ്വസിച്ചവൻ അരിഷ്ടനും മനസ്സ് തകർന്നവൻ. നിങ്ങളാരും വിചാരിക്കരുത് പൊട്ടിച്ചിരിക്കുന്നവന്റെ അടുക്കൽ പ്രവാചകൻ കഴിച്ച് ദൂത് പറയും, ഉണ്ടായിരുന്നെങ്കിൽ ചെള്ളടിക്കും. പക്ഷെ തകർന്നിരിക്കുന്നവന്റെ അടുക്കൽ ചെന്ന് എന്ത് പറയുന്നൊക്കെ ഭയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ദൈവം ആശ്വസിക്കും. നിങ്ങൾ ഈ 4 സുവിശേഷങ്ങളിൽ യേശു പോയി തൊട്ട് കൂടെ നടന്ന് കൂടെ ഇരുന്ന് ഭക്ഷണം അവരുടെ കഴിച്ചു. ഇവരെല്ലാം സമൂഹത്തിൽ തോറ്റവരാണ്, പരാജയപ്പെട്ടവരാണ്, ബന്ധുക്കൾക്ക് വേണ്ട. ഈ യോഹന്നാൻ 9 പറയുന്ന ഒരു കുരുടനുണ്ട്, അപ്പനും അമ്മയ്ക്ക് പോലും വേണ്ട. വേണ്ടെന്ന് പറയുന്നത് ഗുണമില്ല. ഇവർ കണ്ണൂടെ തുറന്നപ്പോ ഭിക്ഷയിൽ പോയി. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ കർത്താവ് പറയുക, എല്ലാവരും നിങ്ങൾ ഉപേക്ഷിച്ചോ, നിന്റെ സൗഖ്യം മാത്രമേ മനസ്സ് തകർന്നവൻ, ഉണ്ടപ്പെട്ടവൻ, പരാജയപ്പെട്ടിരിക്കുന്നവൻ, ആരുമില്ലെന്ന് കരുതുന്നവൻ, ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിരാശയിലിരിക്കുന്നവരോട് പറയുക, നിന്നോടുകൂടെ ഇരിപ്പാൻ വസിപ്പാൻ നീ ആരുമില്ലെന്ന് സങ്കടപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവം. ഈ 4 സുവിശേഷങ്ങളിൽ നിങ്ങൾ കണ്ടോ? യാദൃശ്ചികമല്ല ഗദരദേശത്തേക്ക് കർത്താവ് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവന്റെ അവസ്ഥ തുണിയില്ല. നമുക്ക് തുണിയെങ്കിലും ഉണ്ടല്ലോ, അവന് തുണിയില്ല. അവന്റെ ചങ്ങലകളെ അവൻ ഉരസി പൊട്ടിക്കുന്ന കായബലമുള്ളവൻ.
ഒരാൾക്കത് വഴി നടക്കാൻ പറ്റിയല്ല. ഭ്രാന്തെടുത്ത് നടക്കുന്നവന്റെ അടുക്കൽ അവൻ ആരുണ്ട്? അവന് ബന്ധുക്കളുണ്ട്, ചർച്ചക്കാരുണ്ട്. പക്ഷെ ആരെയും അടുപ്പിക്കാൻ പറ്റുന്നില്ല. വീട് വിട്ടിറങ്ങിയിട്ട് മാസങ്ങളായി. നാറ്റം പിടിച്ച ശരീരം. അവന്റെ അടുക്കലേക്ക് കർത്താവ് ചെല്ലുക. വേറെ ആരുണ്ട് സഹോദരങ്ങളെ ചെല്ലാൻ? ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പോവോ? സംഘടനക്കാര് പോകുമോ? ഇനി പോയാൽ അവരെടുത്തൊരു പ്രാന്താശുപത്രിയിലല്ലേ ആക്കൂ. എന്റെ കർത്താവ് വള്ളം കയറി ചെന്ന് അവന്റെ പ്രാന്തിനെ മാറ്റി. അവന് സൗഖ്യം കൊടുത്തു, അവന് വസ്ത്രം കൊടുത്തു. അവൻ യേശുവിന്റെ അടുക്കൽ ഇരുന്നു എന്ന് വചനം പറയുന്നു. അവൻ വസ്ത്രം ധരിച്ചിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കൂടെ വരട്ടെ അപ്പ, ഞാൻ കൂടെ വരട്ടെ. കാരണം ഇവിടെ ആർക്കും തന്നെ വേണ്ട. അവന് വീട്ടിൽ പോകാൻ കൊതിയില്ല. കാരണം ആ വീട്ടിൽ നിന്ന് ഭ്രാന്തെടുത്ത് ഓടിയതാ. ആ വീട്ടിൽ അവനെ സ്നേഹിക്കുന്നവർ അവനുള്ളതായിട്ട് അവന് തോന്നിയില്ല. എന്നാൽ കർത്താവ് അവനോട് പറഞ്ഞു, ഇപ്പോൾ നീ എന്റെ കൂടെ വരണ്ട, നീ വീട്ടിൽ ചെന്ന് നിന്നെ സാക്ഷ്യപ്പെടുത്ത്. നിന്നെ സൗഖ്യമാക്കിയ നിനക്കൊരു ഉടയവനുണ്ടെന്നും ഒരു സൃഷ്ടികർത്താവ് ഉണ്ടെന്നും നീ ചൊന്ന് പറയുക. ഹല്ലേലൂയ, ആമേൻ. അതെന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ച ഒരു ഭാഗമാണ്. അവൻ വസ്ത്രം ധരിച്ച് യേശുവിന്റെ കാൽക്കൽ ഇരുന്നു എന്ന് സുവിശേഷത്തിലുണ്ട്. അവന്റെ അഡ്രസ് അവിടെ എഴുതിയിട്ടില്ല, അവന്റെ പേരെഴുതിയിട്ടില്ല. പേരില്ലാത്തവരെ, ഊരില്ലാത്തവരെ, ആരുമില്ലെന്ന് കരയുന്നവരെ, നാളെ ഉണ്ടാകുന്ന സങ്കടപ്പെടുന്നവരെ നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, സ്വർഗ്ഗത്തിലെ ദൈവം പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന റാഫ യഹോവ. നിന്റെ പേർ അന്യനല്ല, എന്റെ കൂടെ എന്റെ പുസ്തകത്തിൽ നിന്റെ പേർ. നീ തോറ്റുപോയോ? നീ പരാജയപ്പെട്ടു പോയോ? നീ ഒന്നും ഇല്ലാത്തവരാണോ? ദാരിദ്ര്യമാണോ? കടഭാരമാണോ? നീ കണ്ടോ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കൊണ്ടുവരികയാണ്. വേറെ ഏത് പുസ്തകത്തെക്കാളും ഇങ്ങനെ ഭാവം? ഒരു വേശ്യപ്പെടിനെ പരസ്യമായി പിടിച്ചോണ്ട് വരികയാണ്. പിടിച്ചോണ്ട് വന്നതിന് മുമ്പ് നമുക്ക് തോന്നും അങ്ങനെ ഒരു ഭാവമൊക്കെ അവിടെ എന്തിനാണ്? ഇതൊക്കെ എന്റെ പൊന്നു തമ്മിലാണ് ഒരിക്കലും പിടിച്ചോണ്ട് അവളെ വ്യഭിചാരത്തിനല്ല. പക്ഷെ അവളെ കൊണ്ടുവരേണ്ടത് ഇടത്താണ്. നിങ്ങൾക്ക് എഴുതിക്കൊണ്ട് കർത്താവ് വിളിക്കുന്നു പറയും, ഈ കൂട്ടത്തിൽ 1000 പേരുണ്ടെങ്കിലും എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന ഒരു മറിയുണ്ട്. അവൾ മതിയെനിക്ക്, ഞാൻ അവളോട് വസിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സമൂഹത്തിൽ പരാജയപ്പെട്ടവരും പരീക്ഷന്മാരും ശാസ്ത്രിമാരും ആരെങ്കിലും അവരെ രക്ഷിക്കപ്പെട്ടതായി പറയുമ്പോ അവർ കൂടെ വന്ന് എന്താ ചെയ്യാൻ പോകുന്നത് കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുമ്പോ സാധാരണക്കാരായി നീ താഴ്മയുള്ളവരെ പോലെ, നീ അരിഷ്ടനെ പോലെ, ഭയപ്പെട്ടവരെ പോലെ ദൈവത്തിൽ ഭയപ്പെടുന്നുവെങ്കിൽ എന്ന് വിശ്വസിക്കുക. നീ എന്നെ കാണാതെ പോകുകയില്ല, അവന്റെ നാമം അറിയാതെ പോകുകയില്ല, അവന്റെ ശക്തി എന്ന് അറിയാതെ പോകുകയില്ല. അവനെ ആലയമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അരിഷ്ടനും മനസ്സ് തകർന്നു. എന്താ മനസ്സ് തകർന്നതറിയോ? മനസ്സ് തകർന്ന നമ്മൾക്കുള്ള മനസ്സ് തകർച്ച് രണ്ട് സമയത്ത് നമ്മുടെ മനസ്സ് ശരിയായി. മനസ്സ് തകർന്നവനെ ആർക്കും എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല. അവന്റെ ജീവിതം ആകെ പരിശുദ്ധമായി തകർന്നു പോകുന്ന മനസ്സ് തകരാൻ അനുവദിക്കുന്നില്ല കർത്താവ്. നീ തകർന്നു പോകേണ്ട, എന്ത് തകർന്നു? ഞാനുണ്ടല്ലോ, പിന്നെ നിങ്ങൾ തകരും. ദൈവത്തിന്റെ വാക്കാണ് ശ്രദ്ധിക്കുന്നത്. ദൈവത്തിന്റെ വായോട് സംസാരിക്കുന്നത്. തിരുവിടത്തേക്ക് പറയുന്നത് മനസ്സ് അരിഷ്ടനും മനസ്സ് തകർന്നവരും. ഇനി ചിലർ മനസ്സ് തകർന്നവർ ദൈവത്തിന് വായിക്കുകയാണ്. ദൈവത്തിന് യാതൊരു ഭയവുമില്ല. അവൻ ആത്മഹത്യ ചെയ്യാനുള്ള വഴി നോക്കും, നാട് വിട്ട് പോകണ വഴി നോക്കും. ദൈവം ഭയപ്പെട്ടവരോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട. എന്റെ വചനത്തിന്റെ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. കാളയെ അറുക്കുകയും മനുഷ്യനെ കൊല്ലുകയും ചെയ്യുന്നവൻ. അതുപോലെ 41 വായിച്ചിട്ടുണ്ട്. 41 6 മുതൽ 8 നീയോ എന്റെ ദാസനായ ഇസ്രായേൽ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബ്, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതി. നീയോ യാക്കോബേ. യാക്കോബ് ലാബാന്റെ വീട്ടിൽ ചെന്നു. അവിടെ
റാഹേലിനെ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു. റാഹേലിനെ കെട്ടിത്തരുമെന്ന് ചോദിച്ചപ്പോ തരാന്ന് പറഞ്ഞു. ജോലി ചെയ്യാൻ പറഞ്ഞു. പെണ്ണിന് വേണ്ടി പണിയെടുത്ത യാക്കോബ് ഇസാഖിനെ പറ്റിച്ചു, യാക്കോബിനെ ലാബാൻ പറ്റിച്ചു. ഇസാഖിന് അടുക്കൽ യാക്കോബ് യേശാവിന്റെ ഉടുപ്പിട്ടോടാണ് വന്നത്. ലേയ റാഹേലിന്റെ ഉടുപ്പിട്ടോണ്ട് വന്നു. അങ്ങനെ എഴുതിയിട്ടില്ല, ഞാനത് പറയുക. റാഹേലിന്റെ ഉടുപ്പിട്ട് വന്നു. ഉടുപ്പ് നോക്കിയപ്പോഴാണ് കല്യാണം കഴിഞ്ഞു പോയി. 14 വർഷം കഴിഞ്ഞ് കൂട്ടി 20 വർഷം അവിടെ പണിയെടുത്തു. അപ്പൊ യഹോവയായ ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ച് നമ്മൾ ഒരു ഉണ്ണി ഉണ്ടാകാൻ സാധിക്കുമ്പോ 10-12 മക്കളെയും കൊടുത്തു. 2 ഭാര്യമാരെയും അത്യാവശ്യം വെക്കാണ്ടിമാരും. ഇതെല്ലാം കൂടെ വലിയ സമ്പത്തുമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്താണ് പണ്ട് പായസം കൊടുത്ത് പറ്റിച്ച അണ്ണൻ വരുന്നൊരു കാര്യം അറിവ് കിട്ടി. അണ്ണൻ വരുന്നുണ്ട്, ഏശാവ് അണ്ണൻ വരുന്നു. എന്തെന്നറിയത്തില്ല, യാക്കോബിനൊരു ഭയം, ധരിച്ചു കയറുന്നൊരു ഭയം. വനത്ത് നോക്കുമ്പോൾ ശീലം നിപ്പുണ്ട്, റൂപൻ നിപ്പുണ്ട്, താൻ നിപ്പുണ്ട്, ഇതെല്ലാം ഉണ്ട്. അത്യാവശ്യം കാളകളെയൊക്കെ നോക്കുന്ന അഭ്യാസികളായിട്ടുള്ള ആട്ടിടയന്മാർ. ഇതൊന്നുമില്ലെങ്കിലും റാഹേൽ അച്ചായക്കുഴപ്പമില്ല, ശാന്തം, ലേയം, ഇവരെ കണ്ടുപിടിച്ച് ആശ്വസിപ്പിക്കേണ്ട പട്ടിമാരുണ്ട്. പക്ഷേ ഒരു സ്ഥലത്തെത്തിയപ്പോ യാക്കോബ് മനസ്സിലായി, ഈ സമ്പത്തിന്റെ ഭയം മാറ്റില്ല, ഈ ഭാര്യമാരുടെ ഭയം മാറ്റില്ല, ഈ മക്കളുടെ ഭയം മാറ്റില്ല. എന്റെ ഭയം മാറണമെങ്കിൽ എന്റെ സ്വർഗത്തിലെ ദൈവം തന്നെ എന്നെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. എന്റെ ഭയം മാറണമെങ്കിൽ അത് പറഞ്ഞ്, ഇതല്ല സമ്പത്ത്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അപ്പാ ഈ രാത്രി മുഴുവനും ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. യാക്കോബ് ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഒരു ദൈവമുണ്ട് എന്നുള്ള സത്യം. അപ്പൊ അവന് മനസ്സിലായി, എന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് എനിക്ക് ഭയം. നമ്മളിതൊക്കെ വാങ്ങാൻ വേണ്ടിയല്ലേ പ്രാർത്ഥിക്കാതിരിക്കും. ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോവാ. ആട്, ഭാര്യ, ഭർത്താവ്, മക്കൾ, കുടുംബം, ആട്, പട്ടിമാർ, അത് ഇത്, ഉദ്യോഗം, ഇതെല്ലാം അല്ലേ. യാക്കോബിനോട് ചോദിച്ച ഒറ്റ കാര്യം, ഈ ഭയം ഒന്ന് വായിച്ചു. എന്റെ കൈ വെച്ചതാണ്, ഇതൊക്കെ ലാബാന്റെ വീട്ടിൽ കിട്ടിയതാണ്. ഇതേ കർത്താവ് ലാബാന്റെ വീട്ടിൽ വെച്ച് യാക്കോബിനോട് പറയുന്നുണ്ട്, ഞാൻ തന്നെ അനുഗ്രഹിച്ചത്. പക്ഷെ യാക്കോബ് പറയുന്നു, പോരാ, അനുഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്റെ മേൽ വെളിപ്പെടണം. ഇപ്പോൾ എനിക്കൊരു കാര്യം അറിയാം, എന്റെ മേൽ വെളിപ്പെട്ടിരിക്കുന്ന ഈ ഭയം മാറിപ്പോകേണ്ടതിന് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ല. ഉഷകാലത്ത് വിടത്തില്ല, ഇനി മധ്യാഹ്നമായാലും വിടത്തില്ല, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. ഒറ്റത്വത്തിൽ കൂടെ എന്റെ പേരെന്ത്? യാക്കോബ് നിറച്ചുകൊണ്ട് നിറയ്ക്കുന്നവരെ, യാക്കോബ് നിറച്ചുകൊണ്ട് പറഞ്ഞു, യാക്കോബ് പേര്. കരഞ്ഞിട്ടുണ്ടാവും. സ്വന്തം അപ്പന്റെ മുമ്പിൽ ഏശാവ് ഏറ്റുപറഞ്ഞ കരച്ചിൽ. ഏശാവ് അണ്ണം വരുന്നുണ്ടപ്പോ പേടിച്ചു. ദൈവം ചോദിച്ചു, ഇപ്പോഴെങ്കിലും നിനക്ക് മാറ്റമുണ്ടോ? മാറ്റമുണ്ട്. നിന്റെ സന്നിധി ഞാൻ വിറയ്ക്കുന്നു, വചനത്തിന് മുമ്പിൽ ഞാൻ വിറയ്ക്കുന്നു, എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു, ഞാൻ അരിഷ്ടനാണ്, ഞാൻ വിറയ്ക്കുന്നു. ഇപ്പൊ ഞാൻ പറയുന്നു, കർത്താവേ, എന്റെ പേർ സത്യം യാക്കോബ് എന്നാണ്. സ്വർഗത്തിന്റെ മറുപടി അല്ല, നിന്റെ പേർ ഞാൻ മാറ്റുന്നു. ഇസ്രായേൽ, ഇസ്രായേൽ, എലോഹി, എലോഹി, ദൈവത്തിന്റെ പ്രഭുവായി നിന്നെ നിയമിക്കുന്നു. ഹല്ലേലൂയ. സമയം 41 വായിച്ചു. നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ. നിന്നെ ഞാൻ നിരസിച്ചു കളയില്ല. ഞാൻ നിന്നെ, നമുക്കൊരു ധാരണയുണ്ട്, ദൈവമേ നീ എന്നെ തള്ളിക്കളഞ്ഞോ, തള്ളിക്കളഞ്ഞോ, തള്ളിക്കളഞ്ഞോ. അവന് കൊടുത്തില്ല, ഇവന് കൊടുത്തില്ല, അവന് കൊടുത്തില്ല, ഇവന് കൊടുത്തു, എനിക്കെവിടെ തരും? അവർ കൂടുതലേക്കാൾ ശ്രേഷ്ഠമായി തരും. വിശ്വസിച്ചു.
അടുത്ത ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ ആ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു ആ ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും ആ അതിന്റെ മൂലകളിൽ കേട്ടോ, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും ഈ ഭൂപടത്തിൽ പൂവാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൂവാറിന്റെ കരയിൽ എന്നെ പിടിച്ച പൂരായിരുന്നില്ല, അദ്ദേഹത്തെ പിടിക്കറിയോ? ദൈവത്തിനോട് ദേശത്ത് പിടിച്ചില്ലേ? പിടിച്ചില്ലേ? ഇവിടെയൊക്കെ രാജാക്കന്മാരെ പിടിച്ചില്ലേ? എന്തായി പിടിച്ചില്ലേ? തിരഞ്ഞെടുക്കുകയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവരായുള്ളവേ ഉള്ളോവേ ഉള്ളോവേ നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. ആരെയും പണിയോ? നീ ഭയപ്പെടേണ്ട. അടുത്ത ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ആലമ്പടി അവർക്ക് കേട്ടോ. ആമേൻ. ആലമ്പടി അവർക്ക് സംഭവിച്ചു കൊടുക്കോ? നിന്റെ സ്ഥലം തീരെഴുതി കൊടുക്കോ? ആകെ 2 സെന്റ് ചേർത്ത് കൊടുക്കാൻ 2 സെന്റ് 3 സെന്റ് വേണ്ട, ഈ 10 ഏക്കർ എഴുതി കൊടുക്കോ? ഞാൻ എഴുതി കൊടുത്തു, ഞാൻ കൊടുക്കും. അതാവ് ഇനിയും വളർന്നെടുക്കാമെങ്കിൽ വളർന്നെടുക്കും. 3-ാമത്തെ അളവിൽ കാമനും മഹാബലിയും ചവിട്ടിത്തായി അന്താളവല്ലേ ഇരുതാളവൻ. അതുകൊണ്ട് ആരും ഇല്ല എന്ന് പറയാം. കർത്താവ് ചിലർക്കുണ്ട്, അവർ തന്നോട്ടെ. ആലയപ്പണിക്ക് സ്ഥലം കൊടുക്കുക, ആലയപ്പണിക്ക് സ്ഥലം ഒരുക്കി കൊടുക്കുക. ഹല്ലേലൂയ. ആദ്യം പ്രമാണം ചെയ്ത് കൊടുക്കുക. കാലശേഷം കൊടുക്കാന്ന് പറയാതെ, കാലശേഷം യേശുവേ നീ ആലയം പണിതോളൂ. അങ്ങനെയുള്ള ചില ടീമുകളുണ്ട്. കാലശേഷം മരിച്ചതിന് ശേഷം പിന്നെ ഇഡലി കൊടുക്കുന്നു, വട കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, പിന്നെ 36, 16, 46, പിന്നെ പഴയതിന്റെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ആടി കൂടുതൽ കണ്ടിട്ടാണോ അവിടെ ചെന്നിട്ട് പതുക്കെ ഓഹൈ, കേശവ പോയി, ഓഹൈ, രാമോദ്രം പോയി, ഓഹൈ. കുറെ കള്ളം, ഇതിലില്ലാത്തതെല്ലാം കള്ളമാണ്. നല്ല വസ്ത്രം അടിച്ച് വരണമെന്ന് നിങ്ങൾ ഭ്രമിച്ചു നോക്കും. ചിലർക്ക് ലോഹം കണ്ടു നിങ്ങൾ അങ്കി കണ്ടു കഴിഞ്ഞാൽ മൂത്രം പോകും. ഹല്ലേലൂയ. സമയം കാണിക്കണം. ഇപ്പൊ നടത്താം. അടുത്ത വായിച്ചല്ല. ഞാൻ നിന്റെ ദൈവമാകും, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെ. ഇഷ്ടമാണോ ഈ വാക്യം? ഇഷ്ടമാണോ? നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. അയ്യോ സഹോദരൻ എല്ലാം അറിയാമായിരിക്കും ഈ വാക്യം. അതുകൊണ്ടായിരിക്കും തുറന്നു നോക്കാതെ വെച്ചിരിക്കണേ. ഞാനിത് വിശാലതല്ല എന്ത് ചെയ്യും? എടുത്ത് വായിക്കും. ആ മൈക്ക് കൊണ്ട് കൊടുത്താണ്. മൈക്ക് വേണ്ട. ഇതൊക്കെ എന്ത്? ഞാൻ ഇത് സമയം കളയാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോഴേ കൊച്ചിരുന്ന് പറഞ്ഞതുപോലെ ഇരിക്കുക. ഇന്നലെ കേട്ട വചനം കിട്ടിയ പാസ്റ്ററെ, എനിഞ്ഞാന്ന് പറഞ്ഞ വചനം കിട്ടിയ പാസ്റ്ററെ. അല്ലടാ, ഇതിന് പുതുമയുണ്ട്. ആമേ. വായിക്കും, സമയമില്ല. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അടുത്ത് നീ ഭ്രമിച്ചു നോക്കേണ്ട, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഞാൻ നിന്റെ ദൈവമാകും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലത്തെ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എന്റെ അനീതിയുള്ള വലം കേട്ടുള്ള നീതിയുള്ള വലം. മനസ്സിലായോ? ആമേൻ. വായിക്കാം. 12 സഭാപ്രസംഗി 12. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കാം. സമ്പത്ത് കയ്യിലുള്ള ശകമോ പറയുന്നു, സമ്പത്തിനേക്കാൾ ശ്രേഷ്ഠം സമ്പത്ത് തരുവാൻ കഴിവുള്ളവരാണ്. സൗന്ദര്യത്തെക്കാൾ ശ്രേഷ്ഠം
സൗന്ദര്യം തരുവാൻ കഴിവുള്ളവരാണ്. എത്ര പേർക്ക് മനസ്സിലായി? ആമേൻ. അതുകൊണ്ട് നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക, അറിയുക. അടുത്ത എല്ലാത്തിന്റെയും സാരം കേൾക്കുക. എല്ലാത്തിന്റെയും സാരം കേൾക്കുക. ഭയങ്കര ധനപരാട്ടോ എന്ന് പറഞ്ഞാൽ അവന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഭംഗിയുള്ളവർ വേറെ ആരും കാണാൻ പോകുന്നില്ല. അത്ര ഭംഗിയുള്ള ഭാര്യമാരുണ്ട്. ഒരു മണിയും കൊള്ളാത്തത് കണ്ടു കഴിഞ്ഞാൽ അവിടെ കല്യാണം പോയി ചെല്ലും, വിളിക്കുന്നു വരും. രാജാവ് വരുന്നുണ്ട്, അവരെ കൊടുക്കുകയും ചെയ്യും. അങ്ങോട്ട് ധനമിട്ടാണ് ദൈവം ധനം തരാൻ തുടങ്ങി ആ ധനത്തിൽ നശിച്ചു പോയി പാവശേഷത്തില്ല. അതുകൊണ്ട് യൗവനകാലത്ത് അറിഞ്ഞാൽ നശിക്കുക. ആരറിയണം? ആരറിയണം? സൃഷ്ടാവിനെ. അടുത്ത വായിച്ചോ. സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു. അതല്ല തന്നെ 12ന്റെ ബാക്കിയുടെ 2 വാക്യങ്ങൾ വായിച്ചു. താഴോട്ട് വായിച്ചു. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ആ, ദുർദിവസങ്ങൾ വരികയും ദുർദിവസങ്ങൾ വരും. ആ, ദുർദിവസങ്ങൾ വരികയും ആ. എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും ആ, സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുട്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുൻപേ തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. കാലം വരാൻ പോകുന്ന ദർശനം പ്രാപിച്ചു, സ്വർഗം പ്രാപിച്ചിട്ടുള്ള മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ പറയാ, ഒരു നാൾ വരും ഞാൻ ഈ ഓടിയത് വ്യർത്ഥമായി, ഞാൻ കൂട്ടിവെച്ച പെണ്ണുങ്ങളൊക്കെ വീട്ടിനകത്ത് നിന്ന് തലവിരം കൊടുന്നു. അവിടെ തിരിഞ്ഞാലും ഇവിടെ തിരിഞ്ഞാലും ചേട്ടാ ഏട്ടാ നോക്ക് വേണ്ട, വീട് മാത്രമേ ഉള്ളൂ. പിന്നെ കൊച്ചുങ്ങളെത്ര എഴുതിയിട്ടില്ല. അതെന്നാണ് ഇതെല്ലാം കഴിഞ്ഞ് ആകെ ബഹളമായി. ദൈവം കുറേശ്ശെ മാറി, ദൈവം പിന്മാറിപ്പോയി, ആലയത്തിൽ നിന്ന് പോയി, അവരുടെ വീട്ടിൽ നിന്ന് പോയി, അവരുടെ ജീവിതത്തിൽ നിന്ന് പോയി. ആ പോയ ഇടങ്ങളിൽ മറ്റു പലതും കയറി വന്നു. അപ്പോഴാണ് പറയുന്നത് ഒരു കാലം വരാൻ പോകുന്നു. അടുത്ത അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും. ബലവാന്മാർ, ബലം കരുതിയവർ കുനിയും. ദൈവമക്കൾ, ഇത് നിങ്ങൾ അവസാനം ഞാൻ സമയം കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക, ഇന്ന് ബലവാന്മാരെന്ന് പറയുന്നവർ കുനിയും. അടുത്ത അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും. കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാണ്. തെരുവിലെ കതകുകൾ അടയും. വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയുക. തെരുവിലെ കഥകളൊക്കെ അടയും. അടുത്ത് അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. പക്ഷികളുടെ ശബ്ദത്തിൽ ഉണർന്നു പോകും. പാട്ടുകാരന്റെയൊക്കെ തളരുകയും ചെയ്യും. പാടി ഭയങ്കര പാട്ട് പാടുന്നവരുണ്ട്. ഭയങ്കര പാട്ടിൽ ഇതിപ്പോ ഒരു പാട്ടാണ് പല തളർന്നു പോകും. കർത്താവിനെ ഘോഷിക്കുന്നവർ നിൽക്കില്ല, കർത്താവിനെ തന്നെ പാടാം. അടുത്ത് അന്ന് അവർ കയറ്റത്തെ പേടിക്കും. വഴിയിൽ ഭീതികൾക്കുള്ളതായി തോന്നും. എന്തിനു പേടിക്കും? കണ്ടോ, നല്ല ബലമായിരുന്നു. ഞാൻ പറയും, ഒരു നാൾ ഞാൻ ഈ കുന്നൊക്കെ ചാടി കയറിയതാണ്, ഇത് നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ. കയറ്റത്തെ പേടിക്കും. ചെറിയ പടി പോലും കയറാൻ തപ്പി നടക്കും. ശരിക്ക് കാഴ്ചയില്ലാതെ ഈ കണ്ണിന് മരുന്ന് വെച്ചിട്ടുണ്ടാകുന്നുണ്ട്. കാഴ്ചയ്ക്ക് കൊണ്ടുപോകുമ്പോൾ കണ്ണിന് മരുന്ന് വെച്ചു. കൂടാരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ എന്റെ അമ്മയെ പിടിച്ചോണ്ട് നടന്നല്ലോ, അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കൂടായിട്ട് എന്റെ കൂടെ വരാറില്ല. അത്യാവശ്യം അവന്ന് കുഴപ്പമൊന്നുമില്ല. ഇത് ശരിയാണല്ലോ. സഭയിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്. കൃത്യമായി പറയും, കാല് മുക്കിച്ചു, കാല് മുക്കിച്ചു. അടുത്ത ദിവസം എന്റെ കണ്ണിൽ മരുന്ന് വെച്ചിട്ട് ഞാൻ ഈ ഒറ്റയ്ക്ക് റോഡ് ക്രോസ് ചെയ്യേണ്ടി വന്നു. അപ്പോഴാ ഞാൻ അറിയുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ വചനം പറയുന്നു, കയറ്റത്തെ പേടിക്കും. അടുത്ത് അന്ന് അവർ കയറ്റത്തെ പേടിക്കും. വഴിയിൽ ഭീതികളുള്ളതായി തോന്നും. വഴിയിൽ എന്തുള്ളതായിട്ട്? ഓലപ്പൊളി ഇറങ്ങിയാൽ എന്ത് വിചാരിക്കും? പാമ്പാണെന്ന് തോന്നും. ചെറിയ കാര്യങ്ങൾ പേടിക്കുന്നവർ ഇതിനകത്തുണ്ട്. ചെറിയ കാര്യങ്ങൾ പേടിക്കരുത്. സംഗതി ഭയങ്കര കഴിവ് ചൈരിശായിരുന്നു അവരുടെ. ചെറിയ ഒരു ടിപ്പ് അടിച്ചാൽ മതി. ചെറിയ വാർത്ത കേട്ട് നീ ഞെട്ടുന്നതിന്, ഭയപ്പെടുന്നതിന് നിനക്കൊരു കർത്താവില്ലേ? ചെറിയ വാർത്ത കേട്ട് ഭയപ്പെടരുത് കേട്ടോ. നാഥൻ ഇല്ലാത്ത ഒരാൾ ഭയപ്പെടേണ്ട. ബദാവൃക്ഷം പൂക്കും, തുള്ളൻ ഇഴഞ്ഞു നടക്കും. തുള്ളൻ ഇഴഞ്ഞു നടക്കും. തുള്ളിത്തുള്ളി നടന്നതാ, ഇപ്പൊ ഇഴഞ്ഞു നടക്കും. ആ മനുഷ്യൻ അടുത്ത
രോചനക്കുരു ഫലിക്കാതെ വരും. ചില കുരുക്കൾ ഫലിക്കത്തില്ല, അല്ലെങ്കിൽ പരുക്കൾ മാറാൻ ചില കുരു വരച്ചിട്ടാവും, അതൊന്നും ഫലിക്കുകയാണ്. അടുത്ത് മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ഇനി ആ പാട്ട് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ഒരു ഭവനം കൊണ്ട് പോകും. നമ്മളിതിനല്ലേ ആരംഭിച്ചേ? ജനന വീടും മരണ വീടും പറഞ്ഞാണ് ആരംഭിച്ച്. കർത്താവ് കറക്റ്റ് കൊണ്ട് എത്തിച്ചു. ആമേൻ. ശാശ്വത ഭവനത്തിലേക്ക് പോകും. അടുത്ത വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവിങ്കലെ കുളം ഉടയും. അപ്പൊ നമ്മള് വെള്ളി പൊന്ന് ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ സഹായിക്കും എന്ന് പറയുമ്പോ എല്ലാം താങ്ങും, അറ്റുപോകും. ചില കയ്യിൽ പൈസ വെച്ചിട്ട് ചെലവഴിക്കാറില്ലാത്തതും സത്യം. കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ചെലവഴിക്കാറില്ലാത്തതുകൊണ്ട് ഇതെല്ലാം മായയാണ്. പറഞ്ഞു ദൈവത്തെ സമ്പാദിക്കുന്നവൻ ഭാഗ്യവാൻ. ആമേൻ. ആലയം പണി നടക്കോ, ഒരുക്കി കൊടുക്കോ, മഹത്വത്തിന്റെ രാജാവ് വരും. പിന്നെ ഗബ്രിയേലും മിഖായേലും വരും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ അതല്ലേ സന്തോഷം തോന്നിയത്? മിഖായേൽ എങ്ങനെ ഇരിക്കും, ഗബ്രിയേൽ എങ്ങനെ ഇരിക്കും, യേശു എങ്ങനെ ഇരിക്കും? സത്യവേദാംശം. മിഖായേലിന്റെ കയ്യിൽ വാളുണ്ട്, പഠിച്ചിട്ടേ ക്ഷണവസ്ത്രം ധരിച്ചിട്ട് യേശു ഇങ്ങനെ ഇരിക്കും. സത്യവേദാംശം. കിണറ്റിങ്കിലെ ചക്രം തകരും, പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയി. അടുത്തത് മായ മായ സകലവും മായ. അണ്ണ சொன்னது കേട്ടിയടാ, എല്ലാമേ മായ. എന്ന് സഭാപ്രസംഗം പറയും, ഞാൻ ഇതെല്ലാമേ സമ്പാദിച്ചു വെച്ചത്. എന്തെല്ലാം സമ്പത്ത്, എന്താ പറയാ, എല്ലാം മായ. നിങ്ങളിപ്പോ പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥന ഞാൻ ചോദിക്കും, എന്ത് വിഷയം പ്രാർത്ഥിക്കാം? കൺഫ്യൂഷനായി. എന്ത് വിഷയം പ്രാർത്ഥിക്കണം? എന്ത് വിഷയം പ്രാർത്ഥിക്കണം? നീ പറയാ, എന്ത് വിഷയം പ്രാർത്ഥിക്കണം? എന്ത് വിഷയം പ്രാർത്ഥിക്കണം? ഞാൻ മതി തന്നെ. എന്ത് വിഷയം പ്രാർത്ഥിക്കണം? വണ്ടി വേണം. പരിജ്ഞാനം ചോദിച്ചാൽ ഇങ്ങോട്ട് കിടക്കണം. ദൈവത്തെ ചോദിക്കും. ഭർത്താവിന് പരിജ്ഞാനം ചോദിച്ചു കുറിച്ചുണ്ടെങ്കിൽ ഈ കുറിച്ചു പറഞ്ഞതിനെ അളത്തളഞ്ഞു പഠിക്കാൻ കുറിച്ച് തരണം. നീ അതുവഴിക്കൊന്നും നിശ്ചിത ഭർത്താവ് അളവിന് തന്നിട്ടുണ്ട്, അത് വെച്ചാൽ അവൻ. നീ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. അതിന് വരണേ അവസാനത്തെ വാക്യല്ലേ? വായിച്ചു പോണ ഒട്ടേക്ക് വായിച്ചു. സഭാപ്രസംഗി ജ്ഞാനിയായിരുന്നത് കൂടാതെ അവൻ ജനത്തിന് പരിജ്ഞാനം ഉപദേശിച്ചു കൊടുക്കും. അതാണ് നീ പരിജ്ഞാനം ചോദിച്ചത്. ജനത്തിന് ഉപദേശിച്ചു കൊടുത്തു. ഉള്ളി പോയോ? ഇന്നും 2000 കൊല്ലങ്ങൾ കൊണ്ട് സഭയിൽ ഇത് പ്രസംഗിച്ചു നടക്കണം. എഴുതിയവൻ. അടുത്ത അവൻ ജനത്തിന് പരിജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയും ചിന്തിച്ച് ശോധന കഴിച്ച് അനേകം സദൃശ്യമാക്കി ശമിച്ചു. ഇമ്പമായുള്ള വാക്കുകൾ. സത്യമായിട്ട് ഈ വാക്ക് ഇവിടെ കിടക്കുന്നത് ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ കുറെ തപ്പി നോക്കി. വേണ്ടാത്തായിരിക്കും, പക്ഷെ ക്രിസ്ത്യൻ കയറി വന്നാട്ടോ. അടുത്ത ഇമ്പമായുള്ള വാക്കുകൾ, നേരായി എഴുതിയിരിക്കുന്നവയും സത്യമായുള്ള വചനങ്ങൾ കണ്ടെത്തുവാൻ സഭാപ്രസംഗി ഉത്സാഹിച്ചു. ഇപ്പൊ ഉഷാറായി. സഭാപ്രസംഗി ഉത്സാഹിച്ചു. അടുത്ത ജ്ഞാനികളുടെ വചനങ്ങൾ കുടിക്കോൽ പോലെ, സഭാധിപന്മാരുടെ വാക്കുകൾ തറച്ചിരിക്കുന്ന ആണികൾ പോലെയും ആകും. അവ ഒരിടയിലാൽ തന്നെ നൽകപ്പെട്ടിരിക്കും. സന്തോഷം. എന്നാൽ എന്റെ മകനെ പ്രബോധനം കൈക്കൊള്ളുക. പുസ്തകം ഓരോന്നുണ്ടാക്കുന്നതിന് അവസാനമില്ല. ഇനിയും പുസ്തകങ്ങൾ ഇഷ്ടംപോലെ വരും. അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം. അതുകൊണ്ട് ഞാൻ പഠിക്കാത്തത്. അതിന്റെ ഇടവചനം ഞാൻ വായിക്കും. അടുത്ത വായിച്ചു.
എല്ലാത്തിനെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു ഈ എല്ലാത്തിന്റെ സാരം എന്താ? നീ ദൈവത്തെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ആമേൻ. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാറാത്തവനേ, മതിയായവനേ, മഹോന്നതനേ, സ്തുതി നിനക്ക്. ഈ പാരിടത്തിൽ നിൻ പാദമതി, നിൻ ക്രൂശുമതി ഈ ഏഴകൾക്ക്. ഹല്ലേലൂയ. അനാഗ്യമല്ലൻ അടുത്തിടുമ്പോൾ ഭയം മനസ്സിൽ നിറഞ്ഞിടുമ്പോൾ ഭയം വേണ്ടി പതറിയ ഞാൻ അടുത്തില്ലയോ, മാറാതില്ലയോ യേശുവേ, അടുത്തില്ലയോ, മാറാതില്ലയോ. മാറാത്തവനെ, മതിയായവനെ, അപ്പ മഹോന്നതനെ, സ്തുതി നിനക്ക്. ഹല്ലേലൂയ. കാലം കഴിയും, നേരം പുലരും, കാഹളനാദം കാതിൽ കേട്ടിടും. കഴിയും, നേരം പുലരും, കാഹളനാദം കാതിൽ കേട്ടിടും. ഓരും നീടുക തിരു സഭയെ, മണവാളനെ എതിരേൽക്കുക. യേശുവേ,